സോ ഹാപ്പി ടു കം അഗൈൻ. ഇവിടെ പിന്നെ നിന്ന് ഈ വൈകിട്ട് സമയത്തിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കാൻ ദൈവത്തിൻ്റെ ഭാഗ്യത്തിനെ ഞാൻ വന്ദനം അറിയിക്കുന്നു. അമ്മേൻ സുലക്കരിയ നെയ്ബേഴ്സ് അമ്മേൻ സൈഡിൽ ഇരിക്കുന്നത് നോക്കി ഒന്ന് ചോദിച്ചേ, സന്തോഷമായിരിക്കുന്നു എന്നൊന്ന് ചോദിച്ചേ. അമ്മേൻ ചോദിക്കുമ്പോൾ ഒന്ന് ചിരിമുഖത്തോടെ ചോദിക്കണം. അമ്മേൻ അമ്മേൻ അരിശത്തോടെ ചോദിച്ച് അവരുടെ സന്തോഷം കൂടെ കളയേണ്ട, ഒരു ചിരിമുഖത്തോടെ സന്തോഷമായിരിക്കുന്നു. അമ്മേൻ യെസ് അമ്മേൻ വാക്യത്തിൽ പറഞ്ഞു റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, അഗൈൻ ഐ സേ റിജോയ്സ്. അമ്മേൻ സോ ഐ ബിലീവ് ഇന്ന് വൈകിട്ട് അമ്മേൻ ദിസ് നൈറ്റ് God is going to speak. I mean, how many of you people believe a night where God speaks? ദൈവം സംസാരിക്കുന്ന അമേൻ രാത്രി. അമേൻ I'm not going to preach more. കൂടുതൽ പ്രസംഗിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ one thing, ഒരു ചെറിയ ദൂത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവത്തിനകത്ത് എനിക്ക് തന്നൊരു വാക്യം രാവിലെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പിന്നെയും പറഞ്ഞു 10 നമ്പർ 10 അല്ലേ, നമ്പർ 10. I went to the room. ഞാൻ റൂമിൽ പോയപ്പോൾ ദൈവത്തിനകത്ത് പറഞ്ഞു അമേൻ 10 disciples, 10 ശിഷ്യന്മാർ. ദൈവത്തിനാത്മാ 10 ശിഷ്യന്മാർ. ദൈവത്തിനാത്മാ ഈ വർഷം 10 ഞാൻ ശക്തിപ്പെടുത്തുന്ന വർഷം. അതായത് 10 ശിഷ്യന്മാരെ 10 ശിഷ്യന്മാരെയും ഞാൻ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുന്ന ഒരു കാലം. ദൈവത്തിനാത്മാ പറയാ 10 10 വാതിലുകൾ. The year of 10 open doors for 10 disciples in the name of Jesus. അതാ രാവിലെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് 10 ഒരു പങ്കല്ല 2 പങ്കല്ല 10 പങ്ക്. 10 പിരിച്ച പോലെ എങ്ങനെ യേശു 5000 പേർക്ക് കൊടുത്തിട്ട് 12 ബാസ്കറ്റ് ഇനിയും ബാക്കി വന്ന പോലെ ഇവിടെ ദൈവം 10 ബാസ്കറ്റുകൾ 10 baskets of blessing in the name of Jesus. I declare it. Let it be there. ഇന്ന് ദൈവത്തിനാത്മ എനിക്ക് തന്നൊരു ചെറിയൊരു വാക്യം 1 സാമുവേലിന്റെ പുസ്തകം 3-ാം അധ്യായം. 1 സാമുവേലിന്റെ പുസ്തകം 3-ാം അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യം. ഒന്നാം വാക്യം തൊട്ട് 3-ാം വാക്യം വരെ ആ 3 വാക്യങ്ങൾ വായിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകണം. വി ആർ ഗോയിങ് ടു പ്രേ. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണാൻ വഹിയാതെ വണ്ണം അവന്റെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയൻ എന്ന് അവൻ വിളി കേട്ട് ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്ന് അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വാക്യം ഇനി ഒരു പ്രാവശ്യം വായിക്കുക. സെക്കൻഡ് വേഴ്സ് അഗൈൻ. ആ കാലത്ത് ഇംഗ്ലീഷ് can you just somebody open in English 1 Samuel chapter 3. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറഞ്ഞത് രണ്ടാമത്തെ വാക്യം. 1 night. What happened? ഒരു രാത്രി. ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നത്? ഒരു രാത്രി. 1 night. For your miracle what do you need? ഒരു അത്ഭുതത്തിന് വേണ്ടി എന്നാ വേണം? ഒരു രാത്രി മതി. വലിയൊരു മാറ്റത്തിന് എന്നാ മതി? ഒരു രാത്രി മതി. ഒരു ഷിഫ്റ്റിന് വേണ്ടി എന്നാ മതി? ഒരു രാത്രി മതി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആ രാത്രി ഈ രാത്രിയായി മാറട്ടെ. ഈ രാത്രി ദൈവത്തോട് ഇടപെടുന്ന ഒരു രാത്രിയായി മാറട്ടെ. ഇതുവരെ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ ഇല്ലേന്ന് അറിയത്തില്ല, പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദം ദൈവത്തിന്റെ ശബ്ദം. യെസ്, ശമൂവേലേ ഒന്നല്ല രണ്ടല്ല 3 പ്രാവശ്യം ശമൂവേലേ നിന്ന് റെഡിയായിരുന്ന കുറച്ച് പേരെ കാണുമല്ലോ. പക്ഷെ ദൈവം സംസാരിക്കുന്ന രാത്രി ദൈവത്തിന്റെ ശബ്ദം. ഡെലിവറൻസ് ചർച്ച്, ഗെറ്റ് റെഡി ടു ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ്. വാക്യത്തിൽ അതാ പറഞ്ഞു. the word of God was rare. ദൈവത്തിന്റെ ശബ്ദം റേർ ആയിരുന്നു. ആ രാത്രി എല്ലാ രാത്രിനെ പോലെ ഏലി അവന്റെ അടുത്തും സാമുവേൽ അവന്റെ അടുത്തും ഉറങ്ങിക്കൊണ്ടിരിക്കും. there is a routine. ആ വാക്യം വായിച്ചാൽ മനസ്സിലാവും. റൂട്ടീൻ, പാറ്റേൺ എല്ലാ രാത്രിനെ പോലെ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, this night you are going to break some patterns. ചില പാറ്റേണുകൾ തകർക്കാൻ പോകണം. എല്ലാ ചേർച്ചിനെ പോലെ ഒരു ചേർച്ച് അല്ല. എല്ലാ കൂട്ടത്തിനെ പോലെ ഒരു കൂട്ടമല്ല. എല്ലാ വേർഷിപ്പ് ലീഡേഴ്സിനെ പോലെ ഒരു ലീഡർ അല്ല. എല്ലാ പാസ്റ്ററുടെ ഗ്രൂപ്പിൽ ഒരു പാസ്റ്റർ അല്ല. ഐ എം ഡിഫറെന്റ്. ദൈവം എൻ മുഖാന്തരം ചില പാറ്റേണുകൾ തകർക്കും. ദൈവം എൻ മുഖാന്തരം ഇതുവരെ ചില റോങ് ട്രഡീഷനുകൾ തകർക്കും. ഐ എം നോട്ട് സെയിം ആസ് യു. ഐ എം ഡിഫറെന്റ്. ദൈവം എന്നോട് പറഞ്ഞത് ധൈര്യത്തോടെ പറയാൻ ഒരു സ്ട്രെങ്ത് ഉള്ള ഐ എം ഡിഫറെന്റ്. ലുക്ക് അറ്റ് യുവർ നെയ്ബേഴ്സ്. ഒന്ന് സൈഡിൽ ഇരിക്കുന്ന നോക്കി പറയാൻ പറ്റുമോ? ഐ എം ഡിഫറെന്റ്. ഐ എം ഡിഫറെന്റ്. ഐ എം എ പാറ്റേൺ ബ്രേക്കർ. ഞാൻ ആ പാറ്റേണിനെ തകർക്കുന്നവനാണ്. ഐ എം എ റൂൾ ബ്രേക്കർ. എന്റെ തലമുറ ചെയ്ത് തീർക്കാൻ പറ്റാത്തതൊക്കെ ഞാൻ ഐ വിൽ ബ്രേക്ക്. ഐ എം ഡിഫറെന്റ്. സാമുവേലിനോട് എല്ലാ ദിവസവും കിടക്കുന്ന രീതിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമോ സാമുവേലെ ദൈവം പറഞ്ഞ് പറയാം, സാമുവേലേ.
ആമേൻ. എനിക്ക് ആ അധ്യായം വായിക്കുമ്പം ആമേൻ, അത് അധ്യായത്തിലല്ല പ്രസംഗിക്കാൻ എനിക്ക് ആഗ്രഹം, പക്ഷെ അധ്യായം വായിച്ചപ്പോൾ ഇന്ന് പകൽ ഞാൻ വായിച്ചപ്പോൾ എൻ്റെ അകത്ത് ആമേൻ ഇഷ്ടപ്പെട്ട ഒരു വിഷയം. ആമേൻ, ഒന്നാമത്തെ പ്രാവശ്യം സാമുവേൽ എലിയുടെ അടുത്ത് പോയപ്പോൾ എലി പറഞ്ഞു, ആമേൻ ഞാൻ വിളിച്ചില്ല, നീ പോയി ആമേൻ ഉറങ്ങുക. രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ അതേ മറുപടി. ആമേൻ. പക്ഷെ മൂന്നാമത്തെ പ്രാവശ്യം എലി പോയപ്പോൾ എലിയിൽ പറയുക, ആമേൻ ഞാനല്ല വിളിച്ചത്, പക്ഷെ എനിക്കറിയാം ആരാ വിളിച്ചത്. ആമേൻ. അവൻ ഞാനല്ല വിളിച്ചത്, പക്ഷെ എനിക്കറിയാം ആരാ വിളിച്ചത്. ആമേൻ. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പം എന്നാ ചെയ്യണം കൂടെ പറഞ്ഞു കൊടുത്തു. അവൻ ചിലവർ യു ഷുഡ് ഹാവ് എ ഗുഡ് ഫ്രണ്ട് സർക്കിൾ, ഒരു നല്ലൊരു സർക്കിൾ വേണം. എലിക്ക് ചിലപ്പം ദൈവമാണ് സംസാരിക്കുന്നത്, പോയി കിടന്നോ എന്ന് പറയായിരുന്നു, പക്ഷെ അല്ല, അടുത്ത പ്രാവശ്യം വിളിച്ച് എന്നാ പറയണമെന്ന് കൂടെ പറഞ്ഞു കൊടുത്തു. എലി പറഞ്ഞു, ഇനിയൊരു ഭാഷ എൻ്റെ അടുത്ത് ഓടി വരുന്ന ഒരു ആവശ്യമില്ല, നീ അവിടെ നിന്ന് നീ പറയാൻ പഠിക്കും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മേ ഗോഡ് ഗിവ് യു ഗുഡ് ലീഡേഴ്സ്. അടുത്ത പ്രാവശ്യം ദൈവം സംസാരിച്ച എങ്ങനെ മറുപടി കൊടുക്കണം, എങ്ങനെ പറയണം, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഡിലേ മാറി ഹൗ ടു ആൻസർ ടു ദ ലോർഡ്, ദൈവത്തിന്റെ ശബ്ദത്തിൽ എങ്ങനെയാ കേട്ട് മറുപടി കൊടുക്കുന്നത് പഠിപ്പിക്കാൻ ചില നല്ല ലീഡേഴ്സുകൾ. You should have good surrounding. ഏലി അതാ പറഞ്ഞ, അടുത്ത പ്രാവശ്യം പിന്നെയും എൻ്റെ അടുത്ത് ഓടി വരണ്ട, ദൈവം സംസാരിച്ച പറഞ്ഞാൽ മതി, അടിയനിതാ. അടിയനിതാ. ഐ എം റെഡി ടു സ്പീക്ക്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം ഡെലിവറൻസ് ചർച്ചിൽ നല്ല ഇന്നർ സർക്കിൾ തരട്ടെ. ഐക്യതയുള്ള യൂണിറ്റിയുള്ള, അടുത്ത പ്രാവശ്യം ദൈവം സംസാരിച്ച എൻ്റെ അടുത്ത് ഓടി വരേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് കണക്ഷൻ. നിന്റെയും ദൈവത്തിന്റെ കൂടെ ഒരു ഡയറക്റ്റ് കണക്ഷൻ. ഞാൻ ഇടയ്ക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇത്ര വർഷങ്ങൾ നിന്നു, പക്ഷെ സാമുവേൽ എന്റെ കാലം മെല്ലെ തീരുവാണ്, ഇത് നിന്റെ കാലമാണ്. എനിക്കുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരൂ, അടുത്ത പ്രാവശ്യം എൻ്റെ അടുത്ത് വരണ്ട, നീ ദൈവത്തോട് ഒരു ഡയറക്റ്റ് കണക്ഷൻ വെച്ച് തുടങ്ങിക്കോ. ആമേൻ. When I was just praying, ഇന്ന് രാത്രി റൂമിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹത്തിന് ആത്മ പറഞ്ഞു, ദ നൈറ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്. എത്ര പേർക്ക് പറയാം ദ ആക്ട്സ് ഓഫ് ഹോളി. ഞാൻ രാവിലെയും പറഞ്ഞു ആക്ട്സ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഒന്ന് സൈഡിൽ ഇരിക്കുന്നവർ കൈ കൊടുത്ത് പറയാം, ദ ആക്ട്സ് ഓഫ് ഹോളി സ്പിരിറ്റ്. ദ ആക്ട്സ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഈ രാത്രി പരിശുദ്ധാത്മാവ് ചലിക്കുന്ന രാത്രിയായി മാറും. ഈ രാത്രി ആ വാക്യത്തിൽ എനിക്ക് ഇഷ്ടമുള്ള വാക്ക്, ദൈവം സംസാരിച്ചു. ദൈവം സംസാരിച്ചു. എത്ര പേർക്ക് വിശ്വസിക്കുന്നു? ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ബ്രദർ വാസ് ലീഡിങ് വർഷിപ്പ്, ബ്രദർ പറഞ്ഞ പോലെ ദ ഗ്ലോറി ഈസ് ഹിയർ. I could sense the presence. When you were speaking in tongues, അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ വേറെ ഒന്നല്ല, പ്രവചനത്തിനെ കാട്ടും ഹീലിങ്ങിനെ കാട്ടും എല്ലാത്തിനെ കാട്ടും വലിയൊരു ഗിഫ്റ്റാണ് അന്യഭാഷ. യെസ്. എത്ര പേർക്ക് എത്ര പേർക്ക് അന്യഭാഷയുണ്ട്? എത്ര പേർക്ക് അന്യഭാഷയുണ്ട്? ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ വാ തുറന്ന് പറയുമ്പോൾ എങ്ങനെ പറയും ബ്രദർ? അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ പുതിയ ബലം പ്രാപിക്കും, അല്ലേ? പുതിയ ശക്തി പ്രാപിക്കും, പുതിയ ബലം പ്രാപിക്കും. പക്ഷെ അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പം ബലമല്ല പ്രാപിച്ച്, പുതിയ ഭാഷയാണ് പ്രാപിച്ചത്. ഇനിയൊരു അർത്ഥത്തിൽ ദൈവം പറഞ്ഞു, നീ സംസാരിക്കുന്ന ഭാഷയാണ് നിന്റെ ബലം. നീ സംസാരിക്കുന്ന ഈ ഭാഷയാണ്. ഇതിനെക്കാട്ടും വലിയൊരു ബലമില്ല, ഇതിനെക്കാട്ടും വലിയൊരു അനുഗ്രഹമില്ല. നീ ഒന്ന് സംസാരിച്ച് തുടങ്ങുമ്പം അവസ്ഥകൾ മാറും. നീ ഒന്ന് വാ തുറന്ന് അന്യഭാഷയെ സംസാരിക്കുമ്പം അവിടെ നിന്റെ മേളിൽ ഒരു മേഘം ഉണ്ടാവും. നീ ഒന്ന് വാ തുറന്ന് അന്യഭാഷയെ സംസാരിക്കുമ്പം ഇന്ന് ആർക്കെങ്കിലും ഒന്ന് 2 നിമിഷം അന്യഭാഷകളിൽ അന്യഭാഷ ഡെലിവറൻസ് ചർച്ച് എന്ന ശബ്ദത്തിൽ അന്യഭാഷകളിൽ ഒരു 2 നിമിഷം ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഒരു പുതിയൊരു തലമുറ, ഏലിയുടെ തലമുറ കഴിഞ്ഞു. സാമുവേലേ, നീ ഉയർത്തി വരുന്ന ഒരു കാലം. അന്യഭാഷയിൽ ഒന്ന് സംസാരിച്ച് തുടങ്ങാൻ പറ്റുമോ? your power is inside you. നീ വാ തുറന്ന് അന്യഭാഷ സംസാരിക്കുമ്പം അതിനെക്കാട്ടും വേറെ ഒരു ശക്തിയില്ല. ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, യെസ് 2 minutes, 2 നിമിഷം നിർത്താതെ ശബ്ദമുയർത്തി പരിശുദ്ധാത്മാവ് ഇവിടെ ചലിക്കുവാണ്. പുതിയ ഭാഷ വരുന്നവരെ പത്രോസ് ഒരു പേടി തൊണ്ടനായിരുന്നു, പക്ഷെ ആ ഭാഷ സംസാരിക്കാൻ തുടങ്ങിയപ്പം 3000 ജനങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ച അതേ പത്രോസ് ഇതൊന്ന് പുറത്തേക്ക് വരുമ്പം ധൈര്യം വരുവാണ്. ഇന്ന് രാത്രി ധൈര്യം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി പുതിയ റെവലേഷൻ ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി നിന്റെ അത്ഭുതം, അത്ഭുതത്തിന്റെ രാത്രി. 2 നിമിഷം ശബ്ദങ്ങളെ ഉയർത്തി Yes.
God is moving something. ചിലതൊക്കെ ചലിക്കാൻ തുടങ്ങി. Yes, I can see a cloud. ദൂതന്മാർ ഇറങ്ങി ഇവിടുന്ന് സഭയായി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ചില ചെങ്ങടല് തകർന്നു പോകുന്ന പോലെ. അതാണ് ബൈബിൾ പറയുന്നത്. ആമേൻ. നിന്റെ അന്യഭാഷേനെക്കാട്ടും വേറെ ബലം വേറെ ഒന്നും ഇല്ല. ആമേൻ. നീ ഒന്ന് വാ തുറന്ന് സംസാരിക്കുമ്പോൾ ആമേൻ സ്വർഗം സന്തോഷിക്കും, നരകം ഇളകും. ആമേൻ. when you speak tongues, heaven will be happy, hell will be shaking. ആമേൻ. എത്ര പേർക്ക് പറയാം ആമേൻ ശക്തി എൻ്റെ അകത്താണ് ഉള്ളത്. ആമേൻ. അതാണ് ദൈവം പറഞ്ഞ് ആമേൻ. ആമേൻ. പരിശുദ്ധാത്മ വരുമ്പോൾ പുതിയ ഭാഷ. ആമേൻ. പുതിയ ഭാഷ, അന്യ ഭാഷ. ആമേൻ. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ ആമേൻ when I just praying, I just want to pray for young people. ആമേൻ. ചില യങ് പീപ്പിളിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ എങ്ങനെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ടോ? ഏലി കഴിഞ്ഞ സാമുവേൽ. ആമേൻ. ഏലി കഴിഞ്ഞ സാമുവേൽ. ആമേൻ. അവൻ ദൈവത്തിനാത്മ ആമേൻ the red shepherd, the one who led worship. ആമേൻ. worship നടത്തി. ആമേൻ. just come forward. worship നടത്തി. yes, come forward. ആമേൻ. I just want to pray for you. Amen. I just want to pray for you. Just amen. Just come forward. Amen. Amen. Just come forward. Amen. Morning I called that red shirt guy. Amen. Yes, the red shirt guy. Come forward again. Amen. I just want to pray. Amen. Amen. എത്ര പേര് വിശ്വസിക്കുന്നു? Amen. ഒരു ജനറേഷനിൽ ഒരു ഷിഫ്റ്റ്. Amen. There is a shift in a generation. Amen. Amen. ഒരു സീസണിലും ഒരു കാലം. Amen. ദൈവത്തിനാത്മാവായ യാക്കോബ് ഇസ്രായേലായി മാറി. Amen. ജേക്കബ് ഗെറ്റ് റെഡി. Amen. യാക്കോബ് റെഡി ആയിരുന്നു. Amen. ദൈവത്തിനാത്മാവായ 2025 ഒരു സെലിബ്രേഷൻ സീസൺ ആണ്. സെലിബ്രേഷൻ. ഡെലിവറൻസ് ചർച്ച് റെഡി ആയിരുന്നു. ആമേൻ. യാക്കോബിന്റെ പേരിൽ ഒരു സെലിബ്രേഷൻ ഉണ്ടാകാൻ പോവാണ്. ആമേൻ. ആമേൻ. The spirit of the Lord says, when I just praying, ആമേൻ. ദൈവത്തിന്റെ ആത്മാ പിന്നെയും പറയും. ആമേൻ. ആമേൻ. അജിത്. ആമേൻ. അജിത്. ആമേൻ. ബിഫോർ 2025 ഞാൻ കാണുന്നു. ആമേൻ. അടുത്ത പ്രാവശ്യം അർജിത്തിനെ കാണുമ്പോൾ ഒരു ലെറ്റർ. ആമേൻ. ഒരു ഇൻവിറ്റേഷൻ കാർഡോടെ. ആമേൻ. ആമേൻ. ഒരു ഇൻവിറ്റേഷൻ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ആമേൻ. I believe what I'm saying you understood. എത്ര പേർക്ക് വിശ്വസിക്കാം? There is a celebration coming in his life. ആമേൻ. ആമേൻ. water into wine. ആമേൻ. വെള്ളം വീഞ്ഞായി മാറുന്ന സമയം അടുത്തായി. water into wine in Ajit's life in the name of Jesus. Ragashagarama. The Lord says, Ajit, Jacob. Amen. The Spirit of the Lord says, Ajit, Jacob. Amen. Get ready. Amen. Water into wine. Amen. Amen. വെള്ളം അമേൻ വീഞ്ഞായി മാറാം. ഒരു സെലിബ്രേഷൻ ഉണ്ടാകുമ്പോൾ അമേൻ. ലേറ്റ് ആയില്ല. അമേൻ. ഇസ്രായേലിൽ ദാവീദ് രാജാവായപ്പോൾ ദാവീദിന് 30 വയസ്സ്. അമേൻ. ദൈവത്തിനാത്മാവ് ഒരു കിരീടം തപ്പി വരുന്ന ഒരു കാലം. അമേൻ. 2025 മറക്കാൻ പറ്റാത്ത ഒരു കാലം. അമേൻ. ലേവിയെ നോക്കി ദൈവം പറയും, ലേവിയെ നിനക്ക് സ്ഥലം വേണ്ട, നിനക്കൊരു പങ്ക് വേണ്ട, ഞാനാണ് നിന്റെ പങ്ക്. I am your portion. The Lord says, Ajit, I am your portion. ഞാനാണ്. When I see Ajit, amen, ഞാൻ അജിത്തിനെ കാണുന്ന ദൈവത്തിനാത്മാവ് അജിത്തിന്റെ കയ്യിൽ ഒരു ബുക്ക്. ആമേൻ. ആമേൻ. എങ്ങനെ ടീച്ചേഴ്സ് പഠിപ്പിക്കും. ആമേൻ. ടീച്ചർ അല്ല, പ്രൊഫസർ. ആമേൻ. You are a professor. The Spirit of the Lord says, ഈ സീസണിൽ അമേൻ യു ആർ ടീച്ചിങ് ഫോർ ചിൽഡ്രൻസ്, യു ആർ ടീച്ചിങ് ഫോർ സ്റ്റുഡൻസ്, ബട്ട് ദർ വിൽ ബി എ സീസൺ. അമേൻ. ഒരു കാലം വരും. അമേൻ. അമേൻ. പത്രോസ് പറഞ്ഞ പോലെ അമേൻ, ഐ ഡോണ്ട് ഹാവ് സിൽവർ ആൻഡ് ഗോൾഡ് ടു ഗിവ്. അമേൻ. ബട്ട് ഐ ഗിവ് വാട്ട് ഐ ക്യാരി. അമേൻ. ദർ ഈസ് എ സീസൺ വെർ യു ക്യാച്ച് ദിസ് ബൈബിൾ ആൻഡ് യു പ്രീച്ച് ടു നേഷൻസ്. അമേൻ. ഇതേ ബൈബിൾ പുസ്തകം പിടിച്ചുകൊണ്ട് ഡെലിവറൻസ് ചർച്ചിന് ദേശങ്ങളിൽ അമേൻ വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? യെസ്. പരിശുദ്ധാത്മാവിനെ ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേ ബൈബിൾ പിടിച്ചോണ്ട് ദേശങ്ങളിൽ നിന്ന് yes, there is an anointing flowing in your life today night. Shatara season is changing. Get ready for a celebration. The Lord says celebration. Amen. Celebration nights. Amen. Ajay, the Lord says season maron. Amen. Amen. Last season തീ അവൻ കാത്തിരിക്കുന്ന അവൻ തീനെ കാക്കുന്ന ജോലിയായിരുന്നു സാമുവേലിന്. പക്ഷെ അടുത്ത സീസണിൽ അവന് തീയായി മാറി. അവന് തീയായി മാറി. ഒരു കാലത്തിൽ തീനെ പ്രൊട്ടക്ട് ആക്കുന്ന ഒരു ഡ്യൂട്ടി, അടുത്ത കാലത്തിൽ തീയായി നടക്കുന്ന ഒരു ഡ്യൂട്ടി. ഒരു കാലത്തിൽ എലിയാവിന്റെ ശിഷ്യനായി നിൽക്കുന്ന ഒരു കാലം, ഇനിയൊരു കാലം എലിയാവിന്റെ
അമേൻ ബിസൈഡ് ആഫ്റ്റർ എലൈജ നിന്ന് പ്രവചിക്കുന്ന ഒരു കാലം. അമേൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, യുവർ സീസൺ ഇസ് കമ്മിങ്. അമേൻ ഗെറ്റ് റെഡി ഇൻ ദ നെയിം ഓഫ് ജീസസ്. അമേൻ ഡെലിവറൻസ് ചർച്ച്, കൻ യു ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്സ്? അമേൻ നിങ്ങളുടെ കാര്യങ്ങൾ അമേൻ ബ്രദർ അജിത്തിന്റെ നേരെ ഉയർത്തി. അമേൻ ഇന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അമേൻ എത്ര പേർ റെഡിയാണ്? വി ഡിക്ലെയർ ആൻഡ് വി ഡിക്രീ ഇയർ ഓഫ് സെലിബ്രേഷൻ. അമേൻ തപ്പി അമേൻ തപ്പി പോകുന്ന സമയമല്ല. അമേൻ മീനുകൾ തപ്പി വരുന്ന ഒരു കാലമായി മാറട്ടെ. Lord, I bless. Amen. May God bless you. Get ready. Amen. The Spirit of the Lord says, when I just praying, just come forward. Amen. The Lord says, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് ആത്മ എന്നോട് പറഞ്ഞ ഒരു വിഷയം പിന്നെ when I just praying for you morning, amen, രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ amen, I called you. അവൻ എൻ്റെ അകത്തൊരു വലിയൊരു ചോദ്യം, ദൈവമേ പേര് വിളിച്ചില്ലല്ലോ. അവൻ the Lord says Matthew. അവൻ the Spirit of the Lord says Matthew, I see a Matthew in your house. അവൻ ഞാൻ ഒരു മാത്യുവിനെ കാണുവാണ് വീട്ടിൽ. അവൻ പക്ഷെ മാത്യു ചെയ്തതല്ല മോൻ ചെയ്യാൻ പോകുന്നത്. അവൻ the Lord says ഇനി if clear if I say Alexander Matthew. അവൻ Alexander Matthew. അവൻ അപ്പൻ ചെയ്തതല്ല മകൻ ചെയ്യാൻ പോകുന്നത്. യു ആർ ഡിഫറെന്റ്. അവൻ ഞാൻ ജീവൻ തന്ന് നിന്നെ കാത്തത് അപ്പൻ ചെയ്തത് ചെയ്യാനല്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു പുതിയൊരു സീസൺ അടുത്ത സീസണിൽ രാജാവാകുന്ന സമയം. ഈ സീസണിൽ ഒരു വർഷിപ്പ് ലീഡർ, അടുത്ത സീസണിൽ രാജാവാകുന്ന ഒരു കാലം. അടുത്ത സീസണിലെ ദാവീദേ നീ രാജാവാണ്. അവൻ നീ രാജാവാണ്. You are a king in the name of Jesus. Amen. The Spirit of the Lord says, God has great plans in your life. Amen. Great plans. Amen. Stand. Amen. വാക്യത്തിൽ പറഞ്ഞ പോലെ സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് സീ. അമേൻ. ഒന്ന് ശക്തിയോടെ നിന്ന് കാണുക ദൈവം ചെയ്യുന്നത്. അമേൻ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്. അമേൻ. ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്. ഒരു മനസ്സും ആഗ്രഹിച്ചില്ലാത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത്. അമേൻ. ബലത്തിലല്ല, ശക്തിയല്ല, പക്ഷെ പരിശുദ്ധാത്മ. Not by the might, not by the strength, but by the Spirit. Amen. But by the Spirit. Amen. The Spirit of the Lord says you are going to be led by the Spirit. A man of spirit. Ramasha. When I'm saying this only, I see the fire running into your hand. The fire, the Lord says, a next generation worship leader, a next generation leader, Ragada. Wherever you go, this will follow you. May God bless you. May God bless you. There is a great change coming. Amen. Not daddy. Amen. Appan cheyidadalla. You're different. Amen. You're different. Get ready for that. Amen. The Spirit of the Lord says, amen, when I see the female section, the Lord says, amen, I have seen your desire. Amen. Desire. Amen. Biname. Desire. Amen. The Lord says, George. Amen. The Spirit of the Lord says, George. Amen. Who is George? Father. Where is Father is here. George is here. Vanilla. Amen. Parents ആരെങ്കിലും ഉണ്ടോ കൂടെ? Okay. Get ready. Amen. One thing I say. Amen. I don't know am I pronouncing it right. Amen. T-E-L. Tell ma. Amen. Tell ma George. Amen. Tell ma George. Amen. Tell me, the Lord says, give me 3 years. 3 varsham. Amen. Before you turn 21. Amen. From today 3 years. Amen. Innote 3 varshathil 21 vayassu തീരുന്ന മുമ്പ് ദേഹത്തിനകത്ത് പറയാ അമേൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാലം തുറക്കാൻ പോ. ഞാൻ ഡെലിവറൻസ് ചർച്ച്. യെസ്, you are going to see women also preaching. Amen. നിങ്ങളുടെ ഇടയ്ക്കുള്ള ദെബോരകൾ എനേറ്റ് വരുന്ന പോലെ നിങ്ങളുടെ ഇടയ്ക്ക് പ്രവാചികൾ എനേറ്റ് വരാൻ പോവാ. യെസ് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ട്? വുമൻസ് നിങ്ങളുടെ ഇടയ്ക്ക്. God is raising up prophetess in the name of Jesus. Yes, ഒരു prophetess, a group of prophetess in the name of Jesus. Amen. The Spirit of the Lord says, I will make you a leading person. Amen. The Lord says, stand faithful. വിശ്വാസത്തോടെ നിന്നു. Amen. തക്ക സമയത്തിൽ ഞാൻ ഉയർത്തും. Amen. തക്ക സമയത്തിൽ. Amen. പത്രോസിനെ കണ്ടു പറഞ്ഞു നീ മീൻ പിടിക്കുന്നവൻ. Amen. യേശുവിനെ കണ്ടു പറഞ്ഞു തച്ചന്റെ മകൻ. Amen. ദൈവത്തിനകത്ത് പറയാ ഒരു ക്വാളിഫിക്കേഷൻ വേണ്ട. Amen. ഞാൻ കാണിക്കും. Amen. തച്ചന്റെ മകൻ എങ്ങനെ മെഷിയായോ. ദൈവത്തിനകത്ത് നിന്റെ കുടുംബത്തിൽ ഇതുവരെ ചെയ്ത് തീർക്കാൻ പറ്റാത്ത. I don't know whether your fathers were carpenters, your fathers were fishermen, but you will stand for the kingdom of God. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി. യെസ്, ഇന്ന് രാത്രി ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ
ടെൽമയുടെ അകത്ത് ചില ഒരു പുതിയ തീ കത്തി വിശ്വസിച്ചോ. ടെൽമ, this night is your night. A new fire, a new fire in the name of Jesus. Yes, 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 yes. Don't stop. This is your night. Receive it. Receive it in the name of Jesus. Amen. Get ready. Amen. Get ready. Amen. Family background illaithaayirikkum, പക്ഷേ I will be your background. Amen. Amen. Don't need any background. I will be your background. I will be your stage. I will be your father. Get ready, Telma, George. God is faithful. Amen. May God bless you. Yes. Thank you. You can have your seat. Amen. എത്ര പേർക്ക് പറയാം അമേൻ? പരിശുദ്ധാത്മാവ് ചലിക്കുവാണ്. അമേൻ. അമേൻ. പരിശുദ്ധാത്മാവ് ചലിക്കുവാണ്. അമേൻ. ഞങ്ങൾ ഇനി അന്യഭാഷ പറഞ്ഞു തുടങ്ങുമ്പോൾ അമേൻ വലിയൊരു മാറ്റം. അമേൻ. ഐ സെൻസ് ഇറ്റ്. അമേൻ. ഡെലിവറൻസ് ചർച്ച് ഇന്ന് രാത്രി ഞങ്ങൾ അന്യഭാഷയെ പറഞ്ഞു തുടങ്ങും. അമേൻ. അമേൻ. യു ഓൾ ആർ സെലക്റ്റഡ് പീപ്പിൾ. അമേൻ. ഇന്ന് രാത്രിക്ക് അവൻ ദൈവത്തിൻ്റെ ആ മഹത്വം കാണാൻ സെലക്ട് ആയ ചില ജനങ്ങൾ. അമേൻ. സെലക്റ്റഡ്. അമേൻ. ലുക്ക് അറ്റ് യുവർ നെയ്ബേഴ്സ് ആൻഡ് സേ യു ആർ സെലക്റ്റഡ് പീപ്പിൾ. അമേൻ. അമേൻ. വാക്യത്തിൽ പറഞ്ഞ പോലെ അവൻ അവൻ കോൾഡ് എ മെനി ബട്ട് ചൂസൻ ആർ ലെസ്. അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല കുറച്ച് പേർ. അവൻ അവൻ വിളിക്കപ്പെട്ടവർ കുറേ പേർ. കോൾഡ് എ മെനി ചൂസൻ ആർ ലെസ്. അവൻ ഇന്ന് രാത്രിത്തേക്ക് chosen people. Amen. Be happy you are a chosen people. I just want to tell a small testimony. ഒരു ചെറിയ ടെസ്റ്റിമണി പറഞ്ഞ് ഞാൻ മുമ്പിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അവൻ ഒരു പ്രാവശ്യം അവൻ ഞാൻ ഇത് കേട്ടതാണ്. അവൻ ഒരു പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ അവൻ ഇഫ് യു ആർ വാച്ചിങ് മീ ഇൻ ഓൺലൈൻ സ്റ്റാർട്ട് ടു സ്പീക്ക് ഇൻ ടങ്സ്. അന്യഭാഷയെ അവൻ സംസാരിക്കാൻ തുടങ്ങിക്കും. അവൻ എന്നെ കേൾക്കുമ്പോൾ തന്നെ അന്യഭാഷയെ അവൻ സംസാരിക്കാൻ തുടങ്ങിക്കും. ഡോണ്ട് ബി സൈലന്റ്. അവൻ പരിശുദ്ധാത്മാവിന് ആ ചലനത്തിന് ഞങ്ങൾ റെഡി ആയിരിക്കും. അവൻ അന്യഭാഷയെ സംസാരിച്ചുകൊണ്ട് അവൻ ഇങ്ങനെയാണ് ആ പാസ്റ്റർ ഇങ്ങനെയാണ് സാക്ഷി പറഞ്ഞത്. പാസ്റ്റർ അവൻ ഇങ്ങനെ ആ ഒരു സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പാസ്റ്റർ പറഞ്ഞു അവൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണവർ, ഹോളി സ്പിരിറ്റ് എൻകൗണ്ടർ വേണവരെല്ലാം മുമ്പിലോട്ട് വന്നോന്ന് അവൻ ആ പാസ്റ്റർ പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞപ്പം ഒരു 120 to 160 കുഞ്ഞു പിള്ളേരും വലിയവരും ഒക്കെ ഓടി വന്നപ്പം ഈ പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അവിടെ സൈഡിൽ ഒരു ഹീബ്രു സ്കോളർ എന്നാ പറയുക മലയാളത്തിൽ? ഹീബ്രു സ്കോളർ. ഹീബ്രു സ്കോളർ മനസ്സിലായല്ലോ? പണ്ഡിതൻ. ഓക്കെ, ഹെബ്രായ പണ്ഡിതൻ. അവൻ സൈഡിൽ ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് നിൽക്കുവാണ്. അവൻ പാസ്റ്റർ അവനെ നോക്കി പറഞ്ഞു, നിനക്ക് വേണ്ട? ഡു യു നോട്ട് വോണ്ട്? വേണ്ട, ഈ അഭിഷേകം വേണ്ട? അവൻ പണ്ഡിതൻ പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരു ദൈവമേ ഉള്ളൂ, അത് യാവേ ദൈവം. യേശു ഒരു ദൈവമല്ല, പരിശുദ്ധാത്മാവ് ദൈവമല്ല, എനിക്കിതൊന്നും വിശ്വാസമില്ല. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദിസ് തിങ്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, നിന്നെ വിശ്വാസപ്പെടുത്താൻ ഞാൻ എന്നാ ചെയ്യണം? നീ ഒന്ന് വിശ്വസിക്കാൻ ഞാൻ എന്നാ ചെയ്യണം? ഹീബ്രു പണ്ഡിതൻ, എബ്രായ പണ്ഡിതൻ പറഞ്ഞു, എന്നാ ഹീബ്രു പറ, യേശുവാണ് ദൈവമെന്ന് നീ ഹീബ്രു പറ, ഞാൻ വിശ്വസിക്കാം. അവൻ ഈ പാസ്റ്ററിന് ഇംഗ്ലീഷും നേരെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഈസ് എ ഫിലിപ്പിയൻ പാസ്റ്റർ. പുള്ളി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അന്യഭാഷയെ പറയാൻ തുടങ്ങി. ഞാൻ പറയും അന്യഭാഷയുടെ ശക്തി. അന്യഭാഷയെ പറയാൻ തുടങ്ങി, പുള്ളി പ്രാർത്ഥിച്ചു. 120 പേരും അന്യഭാഷയിൽ പറയാൻ തുടങ്ങി. അവൻ്റെ സ്പീക്കിംഗ് ടങ്സ്. സഡനായിട്ട് 12 വയസ്സുള്ള ഒരു പെൺകൊച്ച് രാമ ഷാച്ച ശബ്ദം ഉയർത്തി അന്യഭാഷ ഇങ്ങനെ ഉയർത്തി സംസാരിക്കുവാണ്. സഡനായിട്ട് ഈ കൈ കെട്ടിയ ഹീബ്രു പണ്ഡിതൻ കൈ ഇറക്കി. കുറച്ച് നേരം കഴിഞ്ഞ് കരയാൻ തുടങ്ങി. വാസ്തു ചോദിക്കുക, എന്തിനാ കരയുന്നേ? പുള്ളി പറയുക, ഈ പെൺകൊച്ച് ഹീബ്രു സംസാരിക്കുക. ഈ പെൺകൊച്ച് ഹീബ്രു ആണ് സംസാരിക്കുന്നത്. ഇത് ഹീബ്രു ആണ് പാസ്റ്റർ പറയാ, അല്ല അന്യഭാഷയൻ. പുള്ളി പറയാ, അല്ല നിനക്ക് മനസ്സിലാകുന്നില്ല, ഇത് ഹീബ്രു ആണ് സംസാരിക്കുന്നത്. പാസ്റ്റർ പറഞ്ഞു, ഓക്കെ, ഹീബ്രുവിൽ എന്നാ സംസാരിക്കുക? ഹീബ്രു സ്കോളർ പറഞ്ഞ ഒരു വാക്ക്, I am God. ഞാൻ ദൈവമാണ്, എന്റെ പേര് യേശുവാണ്. I am God. My name is Jesus. I am God. My name is Jesus. ഇന്ന് അന്യഭാഷയൊന്ന് സംസാരിച്ച് തുടങ്ങാവോ? Yes. Your situation is changing. Deliverance Church ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ കണ്ടത് ഒരു കാർ മേഘം, ഒരു ഗ്ലോറിയസ് Yes, I see a glory covering this place. I see a glorious people in online on അന്യഭാഷയെ സംസാരിച്ച് തുടങ്ങിക്ക് ദൈവത്തിന്റെ മഹത്വം കാണുന്ന ദിവസങ്ങൾ. இந்த இடத்தை மூடுதே,
ഒരു മഹിമയും മേഘം യെസ്, എത്ര പേര് വിശ്വാസത്തോടെ இந்த ജഡത്തെ മൂടുതേ ഒരു മഹിമയും മേഘം இந்த இடத்தை மூடுதே ഒരു മഹിമയും മേഘം இந்த ജഡത്തെ മൂടുതേ വിലകാല മേഘം വിലകാല മേഘം നീർമു செல்லும் மேகம் ஆவியானவரே அன்பின் ஆவியானவரே ஆவியானவரே அன்பின் ஆவியானவரே 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 அன்பின் ஆவியானவரே 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 വിശ്വാസത്തോടെ വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവേ ആവിയാനവരേ 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 ഓ ആവിയാനവരേ yes there is a touch of the Holy Spirit പരിശുദ്ധാത്മാവിന്റെ ഒരു എൻകൗണ്ടർ അന്യഭാഷകളൊന്ന് സംസാരിച്ചു തുടങ്ങിക്ക് yes every youngsters എല്ലാ ചെറിയ മക്കളെ രഗരേ செல்லும் மேகம் விலகாத மேகம் நீர் செல்லும் மேகம் விலகாத மேகம் let us leave it into the hand of the Holy Spirit 5 minutes more 5 നിമിഷം അന്യഭാഷകളെ സംസാരിച്ച് പാട്ടുപാടി I can see a glory yes 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 DC Church Deliverance Church yes yes ministry ഒരു change ഉണ്ടാകുവാണ് yes every youngsters യവനക്കാരൻ അന്യഭാഷകളിൽ രഗരേ ആവിയാനവരേ 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 raga daga daga raga daga raga daga raga daga raga daga raga daga 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 raga laga daga raga shaga daga raga daga daga raga daga raga daga raga laga shaga daga rege 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 daga laga daga raga shaga chaka rama raga daga yes 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 ഇന്ന് രാത്രി അവൻ പരിശുദ്ധാത്മാവ് ചലിക്കുവാണ് അവൻ ഹീസ് മൂവിങ് അവൻ ഞാൻ വിശ്വസിക്കുന്നു ഇനി വരുന്ന അവൻ ഇനി ഹാഫ് ആൻ അവർ അവൻ ഇനി നെക്സ്റ്റ് ഹാഫ് ആൻ അവർ യു ആർ ഗോയിങ് ടു ഹിയർ ദ വേർഡ് അവൻ പരിശുദ്ധാത്മാവിന്റെ ആ ശബ്ദം കേൾക്കാൻ പോലും അവൻ ഇന്ന് രാത്രി ചില എൻകൗണ്ടറുകൾ ഉണ്ടാവും അവൻ ഓൾറെഡി ബ്രദർ പറഞ്ഞ പോലെ അവൻ ഇവിടെ ഒരു മേഘമുണ്ട് അവൻ ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ യാക്കോബ് പറഞ്ഞ പോലെ ആ ഏണീനെ കണ്ടിട്ട് പറഞ്ഞു ഇത് സത്യമായിട്ടും ഇത് സത്യമായിട്ടും ദിസ് ഈസ് ഓപ്പൺ ഹെവൻസ് അവൻ ഇത് സ്വർഗം അതൊന്നും ഇടാൻ പറ്റുമോ യാക്കോബിൻ്റെ പുസ്തകം ജെനിസസ് യാക്കോബ് പറഞ്ഞ പോലെ അവൻ ആ ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും കണ്ടിട്ട് യാക്കോബ് എന്നാ പറഞ്ഞു ഇത് സത്യമായിട്ടും ദിസ് ഈസ് എ ഗേറ്റ് ഓഫ് ഹെവൻ ദിസ് is a gate of heaven മലയാളത്തിൽ അതെങ്ങനെയാണ് what do you tell in മലയാളം gate of heaven സ്വർഗ്ഗത്തിന്റെ വാതിൽ ഗേറ്റ് ഓഫ് ഹെവൻ എങ്ങനെയാണ് പറയുന്നത് മലയാളത്തിൽ സ്വർഗ്ഗത്തിന്റെ വാതിൽ ഇന്ന് രാത്രി അതേ രീതി ഞാൻ പറയാൻ പറ്റും ഇന്ന് സ്വർഗ്ഗത്തിന്റെ വാതിൽ ഇവിടെ തുറന്നിട്ടുണ്ട് ചുമ്മാല്ല പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു ആ പരിശുദ്ധാത്മാവിന്റെ ടച്ച് ഞാൻ ഒരിക്കലും യോഗ്യനല്ല പക്ഷേ പരിശുദ്ധാത്മാവ് മൂലകം സാമുവേലിന്റെ ജീവിതം വായിച്ച സാമുവേൽ ഒരു ആദ്യം ഒന്ന് വായിക്കാൻ പറ്റുമോ? Can we just read it again? First Samuel chapter 3 ഞങ്ങൾ നിർത്തിയ വാക്യം തൊട്ട് 1 സാമുവേൽ 3-ാം അധ്യായം. ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനമേറെ ഇല്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. ആ സഭ ആ കാലത്തില് എങ്ങനെ ഡ്രൈ എന്നാ പറയുന്നത്, ബാരൻ മലയാളത്തിൽ ബാരൻ
വരണ്ട് കിടന്നതാണോ പറയുന്നത്? ബാരൻ, ഉണങ്ങി ബാരൻ, വരണ്ട് കിടന്ന ഒരു അമേൻ. ആ സഭ വരണ്ട് കിടന്നു അമേൻ, വരണ്ട് കിടന്ന ഒരു സഭയായിരുന്നു അവൻ. എന്ന് പറഞ്ഞ ഇഞ്ഞൊരു വാക്കി പറഞ്ഞ അവൻ ഈ ബാരൻ വൂമ്പിന് എന്നാ പറയുന്നത് അവൻ, ബാരൻ വൂമ്പിന് എന്നാ പറയുക, കുഞ്ഞുങ്ങളില്ലാത്ത ഗർഭപാത്രത്തിന്റെ എന്നാ പറയുന്നത് മലയാളത്തിൽ? മച്ചി. അവൻ യെസ്, അവൻ ഹന്ന മച്ചിയായിരുന്നു. സഭയും ഒരു വരണ്ട് കിടന്ന ഒരു അനുഭവം, അവൻ ശബ്ദം കേൾക്കാത്തൊരു അനുഭവം. അവൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അവൻ അബ്രഹാം ചെയ്ത അതേ സാക്രിഫൈസ് ആയിരുന്നു അന്നായും ചെയ്ത അവൻ. ബട്ട് മെനി ടൈംസ് വി മാക്സിമൈസ് വാട്ട് മെൻ ഡു, മിനിമൈസ് വാട്ട് വുമൻസ് ഡു. അല്ലേ കുറേ പ്രാവശ്യം ആണുങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ മാക്സിമം ആയിട്ട് പറയും, വുമൻ ചെയ്യുന്നത് മിനിമം പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എവറി വുമൻസ് യു ആർ ഹിയറിംഗ് മീ, ഈ DC ചർച്ചിന്റെ റിവൈവലിന് നിങ്ങളും ഒരു പങ്കാണ് നിങ്ങളുടെ പ്രാർത്ഥനയും ഒരു പങ്കാണ് നിങ്ങൾ അബ്രഹാം എങ്ങനെ ഇസാക്കിനെ ബലിയർപ്പിക്കാൻ റെഡിയായിരുന്നു, അതുപോലെ തന്നെ ഹന്നായും. 3 വർഷമുള്ള സാമുവേൽ 1 വർഷമാകുമ്പോൾ കുഞ്ഞിന് തിരിച്ചറിയും ഏതാ അപ്പൻ ഏതാ അമ്മ എന്ന് പറയാൻ തുടങ്ങും, അപ്പൻ എന്ന് പറയാൻ തുടങ്ങും. പക്ഷെ 3 വർഷത്തിന്റെ ആ ചെറിയ കൊച്ചിനെ ആ വരണ്ട കിടന്ന ദേവാലയത്തിൽ വിട്ടിട്ട് പോകാൻ ഹന്ന ചെയ്ത ആ സാക്രിഫൈസ്. എവറി മദേഴ്സ്, എവറി വുമൻസ് ഹിയർ, നിങ്ങൾ ഇവിടെ നടത്തിയ സാക്രിഫൈസുകൾ ദൈവം കണ്ടിട്ടുണ്ട്. ഒരു സമയം വരും, ഹോണറിങ്ങിന്റെ ഒരു സമയമുണ്ട്. ഗോഡ് വിൽ ഹോണർ എവറി വുമൻസ് ഹു ആർ സിറ്റിംഗ് ഹിയർ. വാക്യത്തില്ല പറഞ്ഞ വരണ്ട് കിടന്ന ആ ദേവാലയം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദേവാലയം വരണ്ട് കിടന്നിരിക്കുക. ഈ വരണ്ട് കിടന്ന ദേവാലയത്തിലും ഈ പ്രവാചകൻ എങ്ങനെയാ വളരുന്നല്ലേ? ഈ വരണ്ട് കിടന്ന സാഹചര്യത്തിലും പ്രവാചകന്റെ വളർച്ചയ്ക്ക് ഒരു പ്രവാചകന്റെ ഗ്രോത്തിന് ഒരു കുറവില്ല. ദൈവം പറഞ്ഞു, മച്ചിയായ ഗർഭപാത്രത്തിന് വരാൻ അറിയാമെങ്കിൽ അവൻ വരണ്ട് കിടന്ന ഗർഭപാത്രത്തിന് ജനിച്ചൊരു മകനാണ്. അവൻ ഈ വരണ്ട് കിടന്ന ഒരു സാഹചര്യം അവനെ തൊടത്തില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിന്റെ ഇഫ് യുവർ ലൈഫ് ഇസ് ലെഡ് ബൈ ദ സ്പിരിറ്റ്, ജീവിതം പരിശുദ്ധാത്മാവിൽ കൺട്രോൾ ആയിട്ടുണ്ടെങ്കിൽ വരണ്ട കിടന്ന ഒരു സാഹചര്യവും നിന്നെ തൊടത്തില്ല. ആലയം വരണ്ട് കിടന്നോട്ടിരുന്നോട്ടെ, ഗർഭപാത്രം വരണ്ട് കിടന്നിരുന്നോട്ടെ, ജോലി സാഹചര്യം വരണ്ട് കിടന്നിരുന്നോട്ടെ, everything let it be desert but nothing will touch you. നീ വളരും. How many of you can say? എത്ര പേർക്ക് പറയാം I will grow? ഒന്ന് സൈഡിൽ നോക്കി പറഞ്ഞ നിങ്ങൾ വളരും. You will grow, you will grow, you will grow. എന്നാ ഉണങ്ങിയിരിക്കുവാൻ എനിക്ക് അറിയത്തില്ല, പക്ഷെ നീ വളരും. You will grow. I don't know what is dried in your life, but I prophetically say you will grow. ഈ ഗ്രോത്തിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിനാത്മ എനിക്കിട്ട് എന്നോട് പറഞ്ഞ ചെറിയ റെവലേഷൻ പറഞ്ഞ് ഞാൻ മുമ്പിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് ഇത് വായിച്ചിട്ടുണ്ട്? How many of you read the story of the parable? ഈ parable mustard seed, കടുകും മണി പോലെ ഇരുന്ന വിശ്വാസം ഇരുന്ന മല പോയി. Look at the mountain and go, it will go. Mustard seed and mountain, അല്ലേ? Mustard seed and mountain. കടുകുമണിയും മല. അല്ലേ? കടുകുമണിയും മല. പ്രാക്ടിക്കലായിട്ട് ചോദിക്കൂ, ഏതാ വലിയത്? കടുകുമണിയാണോ വലിയത്, മലയാണോ വലിയത്? ഒന്ന് പ്രാക്ടിക്കലായി സംസാരിക്കാൻ ആരെങ്കിലും, മലയാണോ വലിയത്, കടുകുമണിയാണോ? ലാസ്റ്റ് ആഴ്ച ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മലയെ നോക്കി വിട്ടുപോകുന്ന പ്രഖ്യാപിക്കുന്നു. സഡനായിട്ട് ഹസ്ബൻഡ് വൈഫിനെ തിരിഞ്ഞു നോക്കും. ഞാൻ പറഞ്ഞു, ഈ മല ജീവിതകാലം മൊത്തം നിന്റെ കൂടെ തന്നെ കാണും. ഈ മല ഒരു അനുഗ്രഹത്തിന്റെ മലയാണ്. സോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒന്നാമത്തെ വിഷയം, മലയുടെ അത്ര വിശ്വാസം വേണ്ട, കടുകുമണിയുടെ അത്ര വിശ്വാസം മതി. പക്ഷെ ഈ മലയും കടുകുമണിയിൽ വായിച്ചു നോക്കുമ്പം അത് രണ്ടിലുമുള്ള ഒരു വ്യത്യാസം. ഐ ജസ്റ്റ് വാണ്ട് സംബഡി, പാസ്റ്റർ can you just come forward? പാസ്റ്റർ ഒന്ന് മുമ്പിലോട്ട് വന്നേ. I just want to do a small example. People are watching me online, you can be blessed. ചെറിയ എക്സാമ്പിൾ. മല കണ്ടിട്ടുണ്ടോ? മല കണ്ടിട്ടോ? ഓക്കെ, മല കണ്ടിട്ടുണ്ട്. ഇന്നലെ ആരിനോട് ചോദിച്ചു മല കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയും, എൻ്റെ ജീവിതം തന്നെ മലയിനെ പോലെയാണ്. ഞാൻ മലയിനെ കുറച്ചല്ല, നാച്ചുറൽ മൗണ്ടൻ. മല കണ്ടിട്ടുണ്ടല്ലോ. മലയാണ് പാസ്റ്റർ പാസ്റ്റർ ചെറുപ്പത്തിലും ഇപ്പോഴും കണ്ടിട്ടുള്ളൊരു മല. പേര് മല. വിച്ച് മൗണ്ടൻ? ചെറിയ വയസ്സിലും ഈ ഏജിലും കണ്ടിട്ടുള്ളൊരു മൗണ്ടൻ. ഓക്കെ, പേര്? മലയുടെ പേര് ഇരുതില്ലേ? ഓക്കെ ഓക്കെ, അങ്ങനത്തെ ഉള്ളവർ ആരെങ്കിലും ഉണ്ട്? ഞാൻ ചെറുപ്പത്തിലും കണ്ട മല ഇപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഉള്ളവർ ആരെങ്കിലും ഉണ്ട്? ഏതെങ്കിലും മൗണ്ടൻ്റെ പേര്? എനി മൗണ്ടൻ ഹാവ് യു സീൻ എനിബഡിയാ? ചെറുപ്പത്തിൽ കണ്ട മല ഇപ്പം കണ്ടിട്ടില്ലേ? ആരും ഇല്ലേ? മഞ്ഞപ്പാറ. ഓക്കെ, പാസ്റ്റർ കണ്ടിട്ടുണ്ടോ? Okay, Pastor, come forward. Just come forward. Okay, change. Change. Example. Okay, first. Okay, മഞ്ഞപ്പാറ മല കണ്ടപ്പോൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എത്ര വയസ്സായിരുന്നു പാസ്റ്ററിന്?
ഏജ് ആയിരുന്നു? വാട്ട് ഏജ്? എക്സാമ്പിൾ ഒന്ന് ആക്യുറേറ്റ് ആയിട്ട് വേണ്ട. 13, 30, 30. ഓക്കെ. അവൻ 30 ഫസ്റ്റ് ടൈം ചെറുപ്പത്തിൽ കണ്ടത്, ആദ്യ പ്രാവശ്യം കണ്ടത് ഒരു 8, അതിനെക്കാട്ട് ചെറുത് കണ്ടിട്ടില്ലേ? ഓക്കെ, എൻ്റെ എക്സാമ്പിൾ പറയാം. അവൻ നിങ്ങളാരും ചെറുപ്പത്തിൽ മല കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അവൻ ഞങ്ങളുടെ എൻ്റെ മൈസൂരിൽ അവൻ കണ്ടിട്ടുണ്ടോ? കണ്ണാ വാ. ഓക്കെ, അറ്റ് ലാസ്റ്റ് വി ഗോട്ട് എ പെർഫെക്റ്റ് തിങ്. അവൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ വയസ്സായിരുന്നു 5-6. അവൻ എത്ര വയസ്സായിരുന്നു? 6 വയസ്സ്. അവൻ ലാസ്റ്റ് ടൈം കണ്ടപ്പോൾ എത്ര വയസ്സാണ്? 61. അവൻ നിൽക്കണം 1 മിനിറ്റ്. അവൻ 6 വയസ്സ് ആരെങ്കിലും ഉണ്ടോ? 6 years old, 6-7 years old ആരെങ്കിലും? ഒന്ന് വേഗം കംഫോർട്ട്. ഓക്കെ, അവൻ വേഗം. ഓക്കെ, അവൻ ആദ്യമായിട്ട് മല കണ്ടപ്പം, അവൻ ഈ മലയുടെയും കടുകുമണിയിലുള്ള വ്യത്യാസമാണ് കേട്ടോ. ആദ്യമായിട്ട് മല കണ്ടപ്പോൾ അവൻ പാസ്റ്ററാണെന്ന് ഓർത്ത് ചെയ്ത്. അവൻ ആദ്യമായിട്ട് പാസ്റ്റർ മല കണ്ടപ്പോൾ പാസ്റ്റർ 6 വയസ്സ്. അവൻ പാസ്റ്റർ ഒരു ചെറിയ കുട്ടി. അവൻ ഒരു യോഗ്യതയില്ല. അവൻ ചെറിയ കുട്ടി. അവൻ അപ്പൻ്റെ മേലിൽ വിശ്വാസം നടക്കുന്ന ഒരു ചെറിയ പൈതൽ. അവനല്ലേ 6 years old സ്മോൾ ബോയ്. ആദ്യമായിട്ട് ആ മല കണ്ടപ്പം 6 വർഷം ചെറിയ പയ്യൻ. അവൻ ലാസ്റ്റ് ടൈം കണ്ടപ്പം 61. അവൻ എത്ര വർഷം ഗ്യാപ്പ് ഉണ്ട്? 56 വർഷം ഗ്യാപ്പ്. എത്ര വർഷം? 56 വർഷം ഗ്യാപ്പ്. അവൻ ഒരു ചോദ്യം മാത്രം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ 56 വർഷത്തിൽ അവൻ ഈ 56 വർഷശേഷം മല കണ്ടപ്പം മല വളർന്നോ? മല സൈസ് വളർന്നോ? പക്ഷെ ഈ 56 yearsൽ പാസ്റ്റർ വളർന്നിട്ടുണ്ടോ? 56 വർഷശേഷം കാണുമ്പോൾ മല അങ്ങനെ തന്നെ. പക്ഷെ കണ്ട ആള് വളർന്നു. അവൻ 56 വർഷം എടുത്തിട്ട് മല വളർന്നില്ല, പക്ഷെ പാസ്റ്റർ വളർന്നു. ഇതാണ് നിന്റെ മുമ്പിൽ ഇരിക്കുന്ന മല ഒരു നാളും വളരത്തില്ല. പക്ഷെ നിന്റെ വാഗ്ദാനങ്ങൾ, നിന്റെ പ്രവചന ശബ്ദങ്ങൾ, നിന്റെ സഭ, നിന്റെ കുടുംബം, നിന്റെ ജോലി, നിന്റെ ആരോഗ്യം, നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ വിഷയങ്ങൾ വളരും. മല ഒരു നാളും വളരത്തില്ല. 30 അല്ല 60 അല്ല, ഒരു തലമുറ പോയിക്കോട്ടെ, മല വളരത്തില്ല. പക്ഷെ നീ വളരും. Yes, how many of you can tell? ഞാൻ വളരും. I will grow. മല ഒരു നാളും വളരത്തില്ല. ഒന്ന് സൈഡിൽ നോക്കി പറഞ്ഞ മല വളരത്തില്ല. അവൻ എത്ര വർഷമായിക്കോട്ടെ. അവൻ ഈ കോട്ടയം ചർച്ച തുടങ്ങിയപ്പം അങ്ങനെയുള്ള മല ഇനിയും അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ ഇത് തുടങ്ങിയ എത്ര ജനത്തിലാണ്? 5-6 പേര് വെച്ചായിരിക്കും തുടക്കം. പക്ഷെ ഇപ്പം സഭ 1000-ൽ വർദ്ധിച്ചു. മല അങ്ങനെ തന്നെ ഉള്ളൂ. പക്ഷെ കടുകുമണിയോടെ തുടങ്ങിയ ഈ വിശ്വാസം, അതാ കടുകും മലയ്ക്കുള്ള ഒരു വ്യത്യാസം അതാണ്. മല ഒരു നാളും വളരത്തില്ല. പക്ഷെ ഈ കടുക് മസ്റ്റേർഡ് സീഡ്, അതിൻ്റെ മസ്റ്റേർഡ് സീഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്നാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രോത്തിനൊരു ലിമിറ്റ് ഇല്ല. മസ്റ്റേർഡ് സീഡ് വളരുന്നതിനൊരു ലിമിറ്റ് ഇല്ല. എത്ര വലിയ മതിൽ, എത്ര വലിയ കമ്പ്, അത്ര വളർന്നുകൊണ്ട് ഡെലിവറൻസ് ചർച്ച് നിങ്ങൾ വളരുന്നൊരു ലിമിറ്റ് ഇല്ല. എത്ര വലിയ പ്രവചന ശബ്ദം, എത്ര വലിയ വാഗ്ദാനം, എത്ര വലിയ അഭിഷേകം, എത്ര വലിയ വിശ്വാസം, ആ വിശ്വാസത്തിന് തക്കതായി വളർന്നുകൊണ്ട് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ഒരു പ്രവചന ദൂതായിട്ട് പറയുക, നിങ്ങൾ വളരുന്ന കാലം അടുത്ത. യെസ്, ഓൺലൈനിൽ കാണുന്നവർ വിശ്വസിച്ചോ? യോ ഗ്രോയിങ് സീസൺ, ഈ വളരുന്ന കാലമാണിത്. അതാണ് ഗൂഗിൾ പറയുന്നത്. ഒരു മസ്റ്റർഡ് സീഡ്, ഒരു കടുകുമണി നിലത്തിലേക്ക് വിതയ്ക്കുമ്പം ഒരു സീഡാണ്. പക്ഷെ 6 മാസം കഴിഞ്ഞ് ഒരു സീഡ് ചെടിയായി മാറും അല്ലേ? കുറച്ച് ഇനിയൊരു 6 മാസം കഴിഞ്ഞ് ആ ചെടി ഇനിയും അനേക വിത്തുകളെ പ്രൊഡ്യൂസ് ആക്കും. ഇനി ഒരു വർഷം കഴിഞ്ഞാൽ ആ ചെടി ഒരു തോട്ടമായി മാറും. ആ തോട്ടത്തിന് 2-3 വർഷം വിട്ട ഒരു ദിവസം ആ തോട്ടം മലയിനെ കവറാക്കി കളയും. അതാണ് ബൈബിൾ പറഞ്ഞ് ഒരുത്തൻ 1000, 2 പേര് ചേർത്ത 10,000. അവൻ ചേർത്തൊന്ന് കൈ പിടിച്ച്
പിടിച്ച്, അവൻ ചേർത്തൊന്ന് കൈ പിടിച്ച്. അവൻ യെസ്, അവൻ നീ ഒരുത്തനായിട്ട് നിന്ന നീ ഒരു വിത്ത്. അവൻ പക്ഷെ കൂടെ അവൻ ഒരു മനസ്സോടെ കൂടെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പം മേലിന്ന് സ്വർഗത്തിന് അപ്പൻ കാണുമ്പം ഒരു വിത്തായിട്ടല്ല, ഒരു തോട്ടമായിട്ടാണ്. അവൻ ഒരു മസ്റ്റേർഡ് ഫാം ആയിട്ട്. ഡെലിവറൻസ് ചർച്ച് മേലിന്ന് സ്വർഗം കാണുമ്പം നിങ്ങൾ ഒരു ഫാം ആയിട്ടാണ് കാണുന്നത്. അവൻ ഇവിടെ വിശ്വാസത്താൽ പ്രഖ്യാപിച്ച ക്യാൻസർ മാറും, ഇവിടെ വിശ്വാസത്താൽ പ്രഖ്യാപിച്ച മല മാറും, ഇവിടെ വിശ്വാസത്താൽ പ്രഖ്യാപിച്ച ജീവൻ ഉണ്ടാകും. എന്ന് ഞാൻ പറഞ്ഞ ഇവിടെ എന്റെ വിശ്വാസം വളരുന്ന വിശ്വാസമാണ്. അവൻ അതാണ് വാക്യത്തിൽ പറഞ്ഞത്. അവൻ സഭ ഒന്നായി ചേർന്ന് വരും. അവൻ ഒറ്റയ്ക്ക് യു ആർ എ സീഡ്, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നീ ഒരു മസ്റ്റേർഡ് സീഡാണ്. പക്ഷെ ചേർന്ന് വരുമ്പോൾ അതിൻ്റെ ശക്തി വേറെയാണ്. അതിൻ്റെ ശക്തി വേറെയാണ്. ഇന്ന് എത്ര പേർക്ക് പറയാം, ചേർന്ന് ഞങ്ങൾ ഇന്ന് രാത്രി ചെയ്തൊക്കെ പ്രഖ്യാപിക്കുവാണ്. ചേർന്ന് ഞങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കുവാണ്. അതുകൊണ്ട് ബൈബിൾ ഞങ്ങളെ കടുക് മണി എന്ന് പറഞ്ഞു. ബൈബിളിന് പറയാൻ പറ്റുമായിരുന്നു, നീ മലയിനെ പോലെ വലിയത്, ശത്രു കടുക് മണി പോലെ ചെറുതല്ല. ബൈബിൾ സൈസിലല്ല പോയെ, ബൈബിൾ ജീവനില്ല പോയ. അവൻ ജീവനില്ല പോയ. എൻ്റെ ശത്രുവിൻ്റെ സൈസ് വലുതായിക്കോട്ടെ, പക്ഷെ എൻ്റെ അകത്ത് ജീവനുണ്ട്. ജീവനുണ്ട്. എൻ്റെ അനാരോഗ്യം വലുതായിക്കോട്ടെ, പക്ഷെ എൻ്റെ അകത്ത് ക്യാൻസറിനെ മാറ്റുന്ന ജീവനുണ്ട്. ഇന്ന് എത്ര പേർക്ക് പറയാം, ഞാൻ ജീവനെ ക്യാരി ആക്കുന്നവനാണ്. I am a life carrier. ഞാൻ വാഗ്ദാനങ്ങളെ പിടിച്ചോണ്ട് നടക്കുന്നവനാണ്. ഞാൻ ജീവനുള്ളവനാണ്. ആമേൻ. സോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാ ബൈബിൾ പറയുന്നത്, അവൻ വിത്ത് വളരുന്ന മുമ്പിൽ തന്നെ അവൻ ശത്രു എടുത്ത് തട്ടിക്കൊണ്ട് പോകും. എന്നീ പറഞ്ഞ ഈ കടുക് മണി കുറച്ച് വളരാൻ തുടങ്ങിയ കുറേ വിത്തുകളെ പ്രൊഡ്യൂസ് ആക്കും. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഡെലിവറൻസ് ചർച്ച് അവൻ 2024 കടുക് പോലെ ഇരുന്നത് ഈ വർഷം ചിലതൊക്കെ ചെടിയായി മാറട്ടെ. ചെടിയായി മാറുന്ന ഒരേ അനുഗ്രഹമുള്ളൂ, കുറേ വിത്തുകളെ നിങ്ങൾ പുറത്തു കൊണ്ടുവരും. എത്ര പേർക്ക് പറയാം, 2025 ഇയർ ഓഫ് പ്രൊഡ്യൂസിങ്. ഇൻക്രീസ്. കുറേ വിത്തുകളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു കാലം. ഇന്ന് എത്ര പേർക്ക് പറയാം, ഞാൻ വളരുന്ന ഒരു കാലം. അതാ ചുറ്റുമുള്ള സാഹചര്യം വരണ്ടിരുന്നോട്ടെ, പ്രൊഫറ്റ് യു വിൽ ഗ്രോ. നീ ഒരു പ്രവാചകനാണ്, നീ വളരും. How many of you can say I will grow? എൻ്റെ ഗ്രോത്തിന് ഒരു തടസ്സമായിട്ട് ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഒന്ന് മാത്രം പറയാം, I just want to pray for. ചില ജനങ്ങൾ പ്രാർത്ഥിച്ചു, ഒരു 15 to 20 minutes ഞാൻ പ്രാർത്ഥിച്ച് തീർക്കാൻ പോകണം. But the word of the Lord says, family, your whole family, just come forward. Yes, we'll pray. ഞങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിനാത്മാവേ, മല വളരത്തില്ല, നിങ്ങൾ വളരും. ദൈവത്തിനാത്മാവേ, യോ വിൽ ഗ്രോ. ഈ കുടുംബം വളരും. ഈ കുടുംബത്തിന് മേളിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും വളരും. ദൈവത്തിനാത്മാവേ, I know you. I know you. The Spirit of the Lord says, when I was just praying, anybody here? Albin. Albin. Anybody here? Albin എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ദൈവത്തിനാത്മാവേ, നീ വളരും. I don't know. ശത്രു എന്നാ പറഞ്ഞെന്ന് അറിയത്തില്ല, പക്ഷെ ഇന്നൊരു പ്രവാചകനായിട്ട് ഞാൻ പറയുക, ദാവീദേ, വളരുന്നൊരു കാലമുണ്ട്. ആൽബിനെ വളരുന്നൊരു കാലമുണ്ട്. ദൈവത്തിനാത്മാവേ, അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ മറുപടി നൽകുന്നൊരു കാലമുണ്ട്. ദൈവത്തിനാത്മാവേ, കുടുംബത്തിനെ ഞാനാണെങ്കിൽ പണിഞ്ഞത് അതിനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ഈ തലമുറയെ കൊടുത്ത ദൈവം ഞാനാണോ, ഈ തലമുറയെ അനുഗ്രഹിക്കുന്ന ദൈവവും ഞാനായിരിക്കും. ഈ തലമുറയെ നിനക്ക് വേണ്ടി കൊടുത്ത ദൈവം ഞാനാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിനാത്മാവേ, ഞാൻ എല്ലാത്തിലും കൺട്രോൾ വെച്ചിട്ടുണ്ട്. നിരാശപ്പെടണ്ട, ഒരു സാഹചര്യം കൈവിട്ടു പോയിട്ടില്ല. I am in control. ദൈവത്തിനാത്മാവേ, വളരുന്ന ഒരു കാലത്തിലേക്ക് ദൈവം കൊണ്ടുപോകാൻ പോവാണ്. ദൈവത്തിനാത്മാവേ, മെഫിബോശേത്തിന് ദൈവം എങ്ങനെ ഒരു മേജ ഒരുക്കി തന്നു. ദൈവത്തിനാത്മാവേ, പ്രാർത്ഥനകളെല്ലാം കൈവിട്ട് പോയിട്ടില്ല. ദൈവം കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഗ്രോത്തിൻ്റെ സീസൺ ദൈവം കൊണ്ടുവരാൻ പോവാണ്. തീർച്ചയായിട്ടും ആൽബിൻ, ദൈവത്തിനാത്മാവേ, യു വിൽ ഗ്രോ. ജനങ്ങൾ പറയും വളരത്തില്ലയോ? ദൈവത്തിനാത്മാവേ, ഇന്ന് ശത്രു പറഞ്ഞ എല്ലാ വാക്കുകളെയും ഞാൻ ബ്രേക്ക്. ഐ ബ്രേക്ക്. നിന്റെ മുമ്പിൽ മല പോലെ നിൽക്കുന്ന എല്ലാ വിഷയങ്ങളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മല അങ്ങനെ കാണുള്ളൂ, നിന്റെ ശത്രു പറഞ്ഞ വാക്ക് അങ്ങനെ കാണും, പക്ഷെ നീ വളരും. യു വിൽ ഗ്രോ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഗെറ്റ് റെഡി ടു ഗ്രോ.
വളരാൻ റെഡി. ദൈവത്തിനാത്മീയത പറഞ്ഞു കഴിഞ്ഞ 21 വർഷങ്ങൾ അവൻ 2002 2003 തുടങ്ങിയ ചില യാത്രകൾ ദൈവത്തിനാത്മ അവൻ ചില മലകളെ എടുത്തു മാറ്റുന്ന സീസണാണ് അവൻ. ചിലതൊക്കെ വളരുന്ന ഒരു സീസണാണ് അവൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയാ അവൻ കൊണ്ട് ചേഞ്ച് അവൻ കാഴ്ചപ്പാടിനൊരു മാറ്റം കൊണ്ടുവരാൻ പോകണം. അവൻ കാഴ്ചപ്പാടിലൊരു മാറ്റം കൊണ്ടുവരാൻ പോകണം. ഇതുവരെ കണ്ടതല്ല ഇനി കാണാൻ പോകുന്നത് മലയെന്നല്ല, ഇനി കാണാൻ പോകുന്നത് ജീവനുള്ള പ്രവചന ശബ്ദത്തിനെ അവൻ. ഇനി കേൾക്കാൻ പോകുന്നത് മലയല്ല, ഇനി കേൾക്കാൻ പോകുന്ന ദൈവം പറഞ്ഞ ദൂതുകളെയാണ്. അവൻ പറഞ്ഞ് പ്രഖ്യാപിക്കാൻ റെഡി ആയിരുന്നു. ദൈവം അതിനെ ചെയ്യാൻ പോവാണ്. മേ ഗോഡ് ബ്ലെസ് യു. അവൻ യു ക്യാൻ ഹാവ് യുവർ സീഡ്. അവൻ എത്ര പേർക്ക് പറയാം ഈ രാത്രി കാഴ്ചപ്പാടിനൊരു വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ. അവൻ മല വലിയത് തന്നെയാണ്. ഞാൻ ഒരു നാളും പറയുന്നില്ല മല ചെറിയതാണ്, മല വലിയ തന്നെയാണ്. പക്ഷെ ആരാ വളരുന്നത്? ഞാൻ വളരും. മല വളരത്തില്ല, ഞാൻ മാത്രം വളരുകയുള്ളൂ. മല എത്ര വലിയതായിരുന്നോട്ടെ നീ അങ്ങനെ നിൽക്കും. മൗണ്ടൻ ഇസ് ഡെഡ്. ഇങ്ങനൊരു വാക്യം പറഞ്ഞാൽ മല മരിച്ചിരിക്കുന്നതാണ്. പക്ഷെ ഈ ആരൻ ജീവനുള്ള വാഗ്ദാനങ്ങളെ പിടിച്ചോണ്ട് ഓരോരോ ദിവസം പുതുക്കം പ്രാപിച്ച് ഓരോരോ ദിവസം 13 വയസ്സുള്ളപ്പോൾ ഞാൻ ഒരു വിത്തായിരുന്നു. പക്ഷെ ഇപ്പൊ ശത്രുവെ തൊടാൻ നിനക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല. ഞാൻ ഒരു വിത്തല്ല, ഞാൻ ഫലം കായ്ക്കുന്ന ഒരു ചെടിയാണ്. ഞാൻ എവിടെയൊക്കെ പോവോ അവിടെയൊക്കെ ഫലം ഇങ്ങനെ യെസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എവിടെയൊക്കെ നിൽക്കുവോ അവിടെ ഇങ്ങനെ ഫലം ചെതറിക്കൊണ്ടിരിക്കും. അതാ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ DC ചർച്ച്, ഡെലിവറൻസ് ചർച്ച്, ഇയർ ഓഫ് ഫ്രൂട്ട്ഫുൾനെസ്. ദേശങ്ങളിൽ നിന്ന് ഫലം കായ്ക്കുന്ന, ദേശങ്ങളിൽ നിന്ന് ഫലം കൊടുക്കുന്ന, രാജ്യങ്ങളിൽ നിന്ന് ഫലം കൊടുക്കുന്ന ഈ വർഷം ഡെലിവറൻസ് ചർച്ച് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഫലം കായ്ക്കാൻ റെഡിയായിരുന്നു. ഇതുവരെ വിത്തായുള്ള വിശ്വാസം ഒന്ന് വളർന്നു വരട്ടെ. ഇന്ന് ഞാൻ പറയുക ഫലം കായ്ക്കുന്ന ചില ചെടികളിൽ നിന്ന് ഫലം കായ്ക്കുന്ന നിന്റെ വിശ്വാസത്തിൽ ഒരു അഭിവൃദ്ധി, നിന്റെ വിശ്വാസത്തിൽ ഒരു മാറ്റം, നിന്റെ വിശ്വാസം ഫലം കായ്ക്കുന്ന ഒരു ഇന്ന് വിശ്വാസം വളരുവാണ്. Your faith is increasing. ഇതുവരെ വിത്തായിരുന്ന വിശ്വാസം ഇന്നൊന്ന് ചെടിയായി വളർന്നു തുടങ്ങുവാൻ യേശുവിൻ നാമത്തിൽ ആ വിശ്വാസത്തിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ. വിശ്വാസം വളർന്നു തുടങ്ങട്ടെ. യെസ് ആമേൻ. അതുകൊണ്ടാ ബൈബിൾ പറഞ്ഞ് ദൈവം ആഗ്രഹിച്ചത് നിന്റെ വിശ്വാസം എപ്പോഴും വിത്ത് പോലെ ഇരിക്കണമെന്നല്ല, ദൈവം ആഗ്രഹിച്ചത് വളരണമെന്നാണ്. കടുകുമണി പോലെ വിശ്വാസം എന്ന് പറഞ്ഞ ജീവിതകാലം മൊത്തം കടുകുമണിയല്ല. അവൻ വളരാത്ത വിത്തിനെ എന്നാ ചെയ്യുന്നത്? എടുത്തു മാറ്റും. അവൻ ആ നിലത്തിൻ്റെ കുഴപ്പമല്ല, വിത്തിൻ്റെ കുഴപ്പമാണ്. ഈ നിലം വളരുന്ന നിലമാണ്. ഡെലിവറൻസ് ചർച്ച് കോട്ടയം ഈ നിലം വളരുന്ന നിലം. ഞാൻ പ്രഖ്യാപിക്കുന്ന ഈ ചർച്ച് വളരുന്ന ചർച്ച്. ദിസ് ഈസ് എ ഗുഡ് സോയിൽ. എത്ര പേർക്ക് പറയാം ഇതൊരു നല്ല സോയിലാണ്? ഇതൊരു നല്ല നിലമാണ്. ഇതൊരു നല്ല നിലമാണ്. ഇതിൽ ഇനി ഞാൻ വളരാൻ ബാക്കിയുള്ളൂ. ഞാൻ വളരാൻ ബാക്കിയുള്ളൂ. അതാ ബൈബിൾ പറയുന്ന എല്ലാ വർഷം എല്ലാ ദിനം വളർന്നുകൊണ്ടിരിക്കണം. അവൻ സൈഡിൽ ഇരിക്കുന്ന നോക്കി പറയണേ വിശ്വാസം വളരട്ടെ. വിശ്വാസം ദിനംതോറും അവൻ വിത്തായിരിക്കുന്ന കാലം മതി. ഇന്നൊന്ന് ചെടിയായി വളർന്നു. ആ വിശ്വാസത്തിലൊരു മാറ്റം ഉണ്ടാകട്ടെ. നീ അനേക അത്ഭുതങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാലമായി മാറി തീരട്ടെ. അതാ പ്രവാചകനായ സാമുവേലിനോട് ദൈവം പറഞ്ഞു നിന്റെ ചുറ്റും എത്ര വരൾച്ചയിരുന്നോട്ടെ നീ വളരും. നിന്റെ വളർച്ചയെ തൊടാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. അവൻ ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ ഒരു രാത്രിയായി മാറട്ടെ. അവൻ എക്സോഡസിന്റെ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. വാക്യത്തിൽ മനസ്സിലാവും. മോശ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വലിയ ചെങ്കടലിനെ കണ്ടപ്പോൾ മോശ പ്രസംഗം തുടങ്ങി. ഐ ബിലീവ് ഈസ് എ ഗുഡ് പാസ്റ്റർ. നല്ലൊരു പാസ്റ്ററാണ്, നല്ലൊരു പ്രീച്ചറാണ്. നല്ല പ്രസംഗം. ദൂതുകളൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ഇന്ന് നീ കണ്ട മിസ്രൈമിനെ ഇനി കാണുകയില്ല. എൻ്റെ ജീവിതത്തിൽ കേട്ട വലിയൊരു പ്രോഫറ്റിക് വോയിസ്. അല്ലേ പക്ഷെ ദൈവം മേളിൽ നിന്ന് നോക്കി പറയാം മോശേ ഇനി നീ കരയുന്നേ. വൈ ആർ യു ക്രൈയിങ്? Why are you crying? നിന്റെ കയ്യിലുള്ള അത്ഭുതം നിനക്ക് വേണ്ടി നിന്റെ കയ്യിൽ ഞാൻ ഓൾറെഡി അത്ഭുതം വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ആ വാക്യം ഒന്ന് വായിക്കാവോ? ആ വാക്യം ഒന്ന് വായിച്ചോ. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം. വടിയെടുത്ത് നിന്റെ കൈ
കടലിന്മേൽ നീട്ടി അമേൻ. അതിനെ അവൻ കൈ നീട്ടിയപ്പം കടല് രണ്ടായി മാറി അമേൻ. അവൻ സാംസ് 114 ഇങ്ങനെയാണ് പറയുന്നത്. സാംസ് 114 3-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ആ കടല് അവൻ തിരിച്ചോടി, അവൻ ബാക്കിലേക്ക് ഓടി. അവൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, യെസ്, അവൻ സമുദ്രം കണ്ടോടി. അവൻ നീ കൈ നീട്ടുമ്പോൾ ചിലതൊക്കെ പിന്നിലേക്ക് ഓടട്ടെ അവൻ നീ ഓടുന്നതല്ല, ചിലതൊക്കെ പിന്നിലേക്ക് ഓടട്ടെ പക്ഷെ ഐശായ പ്രവാചകന്റെ പുസ്തകം ദ ബുക്ക് ഓഫ് ഐശായ 63:11 ഇങ്ങനെയാണ് പറയുന്നത്. ഇതിന് പിന്നിലുള്ള എല്ലാ കാരണം we are going to see the reason. 63:11 says like this. Yes, Isaiah 63:11. Yeah. അപ്പോൾ അവന്റെ ജനം മോശയുടെ കാലമായ പുരാതന കാലം ഓർത്തു പറഞ്ഞു, അവരെ തന്റെ ആടുകളുടെ ഇടയനോടുകൂടെ സമുദ്രത്തിൽ നിന്ന് കരയേറുമാറാക്കിയവൻ എവിടെ? അവരുടെ ഉള്ളിൽ തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി തനിക്ക് ഒരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും ഭുജം പരിശുദ്ധാത്മാവിന്റെ ഭുജം മോശയുടെ വലത് കൈ അതുകൊണ്ട് ബൈബിൾ പറഞ്ഞ കൈ നീട്ടിയപ്പം അവൻ ചെങ്കടൽ അതുവരെ കണ്ട മോശയുടെ കൈയല്ല കണ്ടത്. അവൻ ആ കൈൻ്റെ അകത്ത് വേറൊരു മഹത്വം ഉണ്ടായിരുന്നു. ആ കൈൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ ഭുജബലം അതുകൊണ്ട് ഇനി ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പം വാക്യത്തിൽ ഇതാ പറഞ്ഞ അവൻ മോശയും ഇസ്രായേൽ ജനങ്ങളുടെ വിരോധമായി അമാലിയർ വന്നപ്പം ദൈവം എന്നാ പറഞ്ഞ, മോശെ നിന്റെ കൈ ഉയർന്നിരിക്കുന്നവരെ ഇസ്രായേൽ ജനരെ ഇസ്രായേലെ തകർക്കാൻ, ഇസ്രായേലിന്റെ അകത്ത് കയറാൻ. ഇന്ന് ഞാൻ പ്രവചന ശബ്ദമായിട്ട് പറയുന്നു, നിങ്ങളുടെ കൈ ഉയർന്നിരിക്കുന്നവരെ ആ പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ കൈ ഉയർന്നിരിക്കുന്നവരെ നിന്റെ വിരോധമായി നിന്നെ nothing will prevail you in the name of Jesus. Nothing will prevail you. Nothing. വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ പറ്റുമോ? പരിശുദ്ധാത്മാവേ, ഈ രാത്രി you take control over my life. You take control over my life. Amen. ഇനിയൊരു പോയിന്റ് പരിശുദ്ധാത്മാവിന്റെ കൈ ഇറങ്ങി വന്നപ്പോൾ ചെങ്കടൽ രണ്ടായി. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഹീസ് ഫുൾ ഓഫ് us. വി ആർ ഫുൾ ഓഫ് ഹിം. അങ്ങനെ പറയാം. ഹീസ് കൺട്രോളിങ് യു, ഹീസ് കൺട്രോളിങ് മീ. നിന്നെ കൺട്രോൾ ആക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്. അവൻ കൈ മാത്രമല്ല, കൈയും കാലും കണ്ണും. നീ നടക്കുമ്പോൾ നിന്റെ കൂടെ നടക്കും. എൻ്റെ ഡാഡി പത്രോസിനെ കുറിച്ച് ഇങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. ഇതൊന്ന് പ്രസംഗിച്ചിട്ട് യു ആർ ഗോയിങ് ടു വർഷിപ്പ്. ഞങ്ങൾ ദൈവത്തിനെ സ്തുതിച്ചിട്ട് ദൈവത്തിനാത്മ എന്നോട് പറഞ്ഞൊരു വിഷയം, ഇന്ന് രാത്രി ലീഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണം. യു ആർ ഗോയിങ് ടു പ്രേ ഫോർ ലീഡേഴ്സ്. വളരുന്ന ഒരു സീസണിലേക്ക് ലീഡേഴ്സിനെ ദൈവം കയറ്റാൻ പോകണം. ഇതുവരെ വിത്തായിരുന്ന എല്ലാ വിശ്വാസം വളരും. ഇതുവരെ വിത്തായിരുന്ന മിനിസ്ട്രികൾ വളർന്നു തുടങ്ങും. ഇതൊരു 5 നിമിഷം പറഞ്ഞ് കൊണ്ട് പ്രേ ടുഗെദർ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകും. പപ്പ ഇങ്ങനെ പറയുന്നത്, പത്രോസ് മിനിസ്ട്രി തുടങ്ങിയപ്പം പത്രോസി തൃപ്തി ഇല്ലാത്തവനായിരുന്നു. എത്ര കൊടുത്തിട്ടും തൃപ്തി വരുത്തില്ല. യേശു വെള്ളത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, കടലിന് മേളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 11 ശിഷ്യന്മാരും ചുമ്മാ ഇരിക്കുമ്പോൾ പത്രോസ് പറയുക, എനിക്കും നടക്കണം. നീ ചെയ്തത് എനിക്കും ചെയ്യണം. നീ മാത്രമല്ല എനിക്കും ചെയ്യണം. പത്രോസ് ഒരു തൃപ്തി ഇല്ലാത്തൊരു മനുഷ്യൻ. വാക്യത്തിൽ ഇതാ പറയുന്നത്, പത്രോസിന്റെ തുടക്കം, മിനിസ്ട്രിയുടെ തുടക്കം. അവൻ പ്രാർത്ഥിക്കുമ്പം അത്ഭുതങ്ങൾ ഉണ്ടാകുമായിരുന്നു അല്ലേ? അവൻ തൊടുമ്പം ഒക്കെ അത്ഭുതം ഉണ്ടാകുമായിരുന്നു. പക്ഷെ പത്രോസിനൊരു തൃപ്തി ഇല്ല. പത്രോസ് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ, സ്വർഗമേ, ദൈവമേ, എനിക്ക് ഇനിയും വേണം. വാട്ട് ഡു ഐ വാണ്ട്? ഐ നീഡ് മോർ. എനിക്ക് ഇനിയും വേണം. ബൈബിളിൽ പറഞ്ഞു, പ്രാർത്ഥന ദൈവം കേട്ടു, അനുഗ്രഹിച്ചു. അവന്റെ വസ്ത്രം തൊടുമ്പം അത്ഭുതം ഉണ്ടാകുമായിരുന്നു. അവൻ തൊട്ട അത്ഭുതം, വസ്ത്രം തൊട്ട അത്ഭുതം. പക്ഷെ പത്രോസ് പറഞ്ഞു ഇനിയും വേണം. പപ്പ ഇങ്ങനെ പത്രോസ് പറഞ്ഞു ഇനിയും വേണം. പിന്നെയും വാക്യങ്ങൾ വായിച്ച വാക്യത്തിൽ ഇതാ പറഞ്ഞ്, അവനെ തൊട്ടവൻ. വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പത്രോസിനെ തൊട്ടവരെല്ലാം അത്ഭുതം പ്രാപിച്ചു. പത്രോസ് പറയുക ഇനിയും വേണം. ഇനിയും വേണം. അപ്പോസ്തല പ്രവർത്തികൾ വായിച്ചു നോക്കിയാൽ മതി. ഹാൻഡ് കർച്ചീഫ്. പ്രാർത്ഥിച്ച് കർച്ചീഫ് കൊടുക്കുമ്പോൾ അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഞാൻ ആരെങ്കിലും പറയായിരുന്നു, ദൈവമേ മതി. എന്നെ തൊട്ട അത്ഭുതം, ഞാൻ തൊട്ട അത്ഭുതം. ഞാൻ തൊട്ട അത്ഭുതം, എന്നെ തൊട്ട അത്ഭുതം, തുണി തൊട്ട അത്ഭുതം, കർച്ചീഫ് പ്രാർത്ഥിച്ചു കൊടുത്ത അത്ഭുതം. ഇതിനെക്കാട്ടും വേറെ ഒന്നും വേണ്ട. മിനിസ്ട്രി സെറ്റിൽ. ദേശങ്ങൾ കറങ്ങി ദൈവരാജ്യം സ്ഥാപിക്കാം. വാവ്. പക്ഷെ പത്രോസ് പറയാ, ഇത് മതിയാകത്തില്ല. ഇത് മതിയാകത്തില്ല. ഇന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ, ഇത് മതിയാകത്തില്ല, ഇനിയും വേണം. ഈ വളർച്ച അനുഗ്രഹം തന്നെയാണ്. പക്ഷെ എപ്പം ദൈവത്തെ when it comes to the God's matter, when it comes to Holy Spirit, ഇത് മതിയാകത്തില്ല, ഇനിയും വളരണം. എനിക്ക് ഇനിയും വളരണം. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്,
പത്രോസ് നടന്നുകൊണ്ട് പോകുമ്പോൾ അവൻ്റെ നിഴല് തൊട്ട് അവൻ്റെ നിഴല്, അവൻ്റെ ഷാഡോ തൊട്ട് അവൻ അനേക ജനങ്ങൾ അത്ഭുതമുണ്ടായി. അവൻ ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അവൻ നിങ്ങൾ എത്ര ചോദിക്കുന്നു അവൻ ചോദിക്കുന്നതിന് കാട്ടും. അവൻ മോർ ദൻ യു ആസ്ക്. അവൻ ചോദിക്കാൻ ആരെങ്കിലും റെഡിയാണോ? പരിശുദ്ധാത്മാവേ, ഐ നീഡ് മോർ. ഐ നീഡ് മോർ, ഐ നീഡ് മോർ. ഐ റിയലി ടെൽ. ഓരോരോ പ്രാവശ്യവും ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ പ്രസംഗിച്ച് തിരിച്ചു പോകും. ഞാൻ വിശ്വസിക്കും, ഞാൻ പറയും, പപ്പ വലിയൊരു മിനിസ്ട്രി ആയിരുന്നു, സൂപ്പറായിരുന്നു. പേരുകളൊക്കെ പറഞ്ഞു, അത്ഭുതങ്ങളൊക്കെ നടന്നു. അപ്പോഴായിരിക്കും എവിടുന്നോ ഒരു പ്രവാചകൻ ഫോൺ വിളിച്ച് പറയും, നിനക്ക് അറിയാത്ത ദേശങ്ങളിൽ നീ പോവും. ഓക്കെ, ശരി, അറിയാത്ത ദേശങ്ങളിൽ പോയപ്പം പിന്നെ ഒരു കോൽ. നീ നടക്കുമ്പം അത്ഭുതം ഉണ്ടാവും. ഓരോരോ പ്രാവശ്യം ആ കംപ്ലീഷനിൽ എത്താൻ ദൈവം വിടത്തില്ല. ഓരോരോ പ്രാവശ്യം ഒരു ടാസ്ക് തീരുമ്പം അടുത്ത ടാസ്ക്. ഒരു ടാസ്ക് തീരുമ്പോൾ അടുത്ത ടാസ്ക്. ഈ വർഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ചോദിക്കാൻ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് മതിയാകത്തില്ല? ഇത് മതിയാകത്തില്ല. ഡെലിവറൻസ് ചർച്ച് ഈ സൈസ് മതിയാകത്തില്ല. ഈ സൈസ് മതിയാകത്തില്ല. ക്യാൻസർ മാറിയത് അനുഗ്രഹം തന്നെ, അനുഗ്രഹമല്ലെന്നല്ല, പക്ഷെ ഇത് മതിയാകത്തില്ല. എനിക്ക് ഇനിയും വളരണം. എനിക്ക് ഇനിയും വളരണം. എത്ര പേർക്ക് പറയാം ഈ വർഷം ആ ധൈര്യം, അത് അന്യഭാഷ, അതാ വാക്യത്തിൽ പറഞ്ഞ് രണ്ടാമത്തെ അധ്യായം വരെ ധൈര്യം. ധൈര്യം ഇല്ലാത്ത പത്രോസ്, 3 പ്രാവശ്യം യേശുവിനെ തിരസ്കരിച്ച പത്രോസ്, പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പം ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അതിന്റെ വാക്യം താഴോട്ട് വായിച്ച 3000 പേരിനോട്, 2 3 അല്ല 3000 പേര്. ഈ അന്യഭാഷ പറഞ്ഞു തുടങ്ങുമ്പോൾ നിന്റെ അകത്ത് ആ ധൈര്യം കയറി വരും. ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ധൈര്യം. ചെങ്കടലിനെ 2 ആക്കുന്ന ആ ധൈര്യം. എത്ര പേർക്ക് പറയാം, പരിശുദ്ധാത്മാവേ എനിക്ക് ഇനിയും വേണം. ഐ നീഡ് മോർ. എവറി ലീഡേഴ്സ് കെൻ യു ജസ്റ്റ് സ്റ്റാൻഡ് അപ്പ് ഇൻ യുവർ പ്ലേസ്. എന്നെ കേൾക്കുന്ന എല്ലാ ലീഡേഴ്സ്, ചർച്ചിന്റെ ലീഡേഴ്സ് ആയിക്കോട്ടെ, പാസ്റ്റർ ആയിക്കോട്ടെ, ജസ്റ്റ് കെൻ യു സ്റ്റാൻഡ് അപ്പ് ഇൻ യുവർ പ്ലേസ്. I just want to pray for you. Deliverance Church in the leaders, Deliverance Church in the pastors. ഇന്ന് രാവിലെ ദൈവത്തിനാത്മാ എന്നോട് പറഞ്ഞ 10 ഈ വർഷം 10 I will make them. ഈ വർഷം 10 ലീഡേഴ്സിനെ ഞാൻ അനുഗ്രഹിക്കാൻ പോവാണ്. പക്ഷെ അടുത്ത വർഷം എണ്ണം കൂടും. പക്ഷെ ഈ വർഷം 10 ഞാൻ അനുഗ്രഹിക്കാം. I'm going to bless like never before. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഗ്രോത്ത്. എത്ര പേര് ഒരു 2 നിമിഷം അന്യഭാഷകൾ സംസാരിച്ച് തുടങ്ങാൻ പറ്റുമോ? ലീഡേഴ്സ്, ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഗെറ്റ് റെഡി. ഒരു ഗ്രോത്തിന്റെ സീസണിൽ റെഡി ആയിരുന്നു. ഒരു ഗ്രോത്തിന്റെ സീസണിലേക്ക് യേശു യോർദാനിലേക്ക് ഇറങ്ങി വന്നപ്പം ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് 3 പേര് ചേർന്ന് ദൈവത്തിനാത്മാ ഈ വർഷം ചിലതൊക്കെ ചേർന്ന് വരാൻ പോവാണ്. ഇത്ര വർഷം വരെ ചേരാത്ത ചിലതൊക്കെ, ഇത്ര വർഷം വരെ കണ്ടിട്ടില്ലാത്തത്. ഇത്ര വർഷം മേഘം കണ്ടു മഴ കണ്ടില്ല, ഇത്ര വർഷം മഴ കണ്ടു ചിലപ്പോൾ മേഘം കണ്ടില്ല. പക്ഷെ ഈ പ്രാവശ്യം മേഘവും കാണും, മഴയും കാണും, അത്ഭുതവും കാണും, ദൈവവും കാണും. ദൈവത്തിനാത്മാ എല്ലാം ചേർന്ന് ലീഡേഴ്സിനോട് ഞാൻ പറയാൻ പോവാ, ജനങ്ങൾ ചേർന്ന് വരുന്ന ഒരു കാലം. ജനങ്ങൾ ചേർന്ന് വരുന്ന നീ കാണുന്ന ഒരു കാലം. ഒരു പ്രോഫറ്റിക് വേർഡ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പത്രോസ് പോയി പറഞ്ഞു, പത്രോസ് ആ മുടന്തനോട് പറഞ്ഞു, എനേറ്റ് വാ, കം ബാക്ക്, എനേറ്റ് വാ. ആ വാക്യങ്ങൾ വായിച്ച മനസ്സിലാവും 40 വർഷമായി മുടന്തനായവനാണ്. നടന്നിട്ടില്ല, ഇതുവരെ നടന്നിട്ടില്ല. അവൻ നടക്കണമെങ്കിൽ അവൻ്റെ ഞരമ്പും എല്ലും മാംസം എല്ലാം ചേർന്ന് വരണം. ഇതുവരെ ചേർന്ന് വരാത്തതാ പ്രശ്നം. ഇതുവരെ ചേർന്ന് വന്നിട്ടില്ലാത്ത കൊണ്ടാണ് നടന്നില്ല. പക്ഷെ പത്രോസ് പറഞ്ഞപ്പം എല്ലാം ഒന്ന് ചേർന്ന് വന്നു. ദൈവത്തിനാത്മാവ് 2025 ചേർന്ന് നിൽക്കുന്ന, ചേർന്ന് നിന്ന് മഹത്വമായത് കാണുന്ന, യെസ്, എല്ലാം ഒന്ന് ചേർന്ന് വരുന്ന. കഴിഞ്ഞ 6 വർഷം തൊട്ട് കെട്ടിക്കിടക്കുന്ന ആ മഴ ദൈവത്തിനകത്ത് പറയാം, എത്ര ഓടിയാലും ആ മഴ എസ്കേപ്പ് ആക്കാൻ പറ്റത്തില്ല. അത് നിന്റെ in your ministry that rain is coming. For leaders, ലീഡേഴ്സിന് വേണ്ടി ഒരു വാക്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. യോബിന്റെ പുസ്തകം 9-ാം അധ്യായം. യോബിന്റെ പുസ്തകം 9-ാം അധ്യായം. ബൈബിളിൽ ഒരേ വാക്യം 2 പ്രാവശ്യം പറയുമ്പോൾ അതിന്റെ മഹത്വം തന്നെ വേറെയാണ്. യോബിന്റെ 9-ഉം 10-ഉം, യോബിന്റെ 5-ന്റെയും 9-ഉം, യോബിന്റെ 9, 10, Job 9, 10. Can somebody read it? അവൻ സപ്തർഷി, മകയിരം, കാർത്തിക ഇവയൊക്കെയും. യോബ് 9-ന്റെ 10 ആണോ?
അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെയും അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു. എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും. അവൻ ഇംഗ്ലീഷിൽ ഒന്ന് ഡിസ്പ്ലേ ആക്കാൻ പറ്റുമോ? യെസ്, അവൻ ഇതാണ്. അവൻ ദിസ് വൺ. അവൻ ഇതൊന്ന് എഴുതി വെച്ചോ. വണ്ടേഴ്സ് വിത്തൗട്ട് നമ്പേഴ്സ്. അവനൊന്ന് ചേർന്ന് പറയാൻ പറ്റുമോ? അവൻ അത് പറയുമ്പോൾ തന്നെ ഒരു അവൻ ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. അവൻ വണ്ടേഴ്സ് വിത്തൗട്ട് നമ്പേഴ്സ്. അവൻ ലീഡേഴ്സിനോട് ഇതാ ഞാൻ പറയുന്നത്, വണ്ടേഴ്സ് വിത്തൗട്ട് നമ്പേഴ്സ്. എണ്ണി തീർക്കാൻ പറ്റാത്ത പോലെ. അവൻ ഡയറി എടുത്താലും എണ്ണി തീർക്കാൻ പറ്റാത്തില്ല. അവൻ പറഞ്ഞാൽ എഴുതി വെച്ചാലും ഡയറി തീരും, പക്ഷെ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് തീരത്തില്ല. ലീഡേഴ്സ് പോകുന്നിടത്തെല്ലാം വണ്ടേഴ്സ് വിത്തൗട്ട് നമ്പേഴ്സ്. എണ്ണി തീർക്കാൻ പറ്റാത്ത പോലെ ദൈവം ചലിക്കുന്നത് കാണുന്ന ഒരു കാലത്തിലേക്ക് ദൈവം കൊണ്ടുപോവാണ്. അവൻ God is taking. എത്ര പേർക്ക് പറയാം wonders without numbers. Wonders. Can you just catch your hands together? ഒന്ന് ഫ്രണ്ട് റോയിൽ വരാൻ പറ്റുമോ? just come together. ഒന്ന് കൈ പിടിച്ച് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന all together. ഒന്നായി ചേർന്ന്. ഇതാണ് ബൈബിളിൽ പറയും, ഒന്നായി ചേർന്ന്. ഒന്നായി ചേർന്ന്. ഒന്നായി നിൽക്കുമ്പം ഞാൻ ഒരു വിത്താണ്, പക്ഷെ ഒന്നായി ചേരുമ്പം ഞാൻ ഒരു തോട്ടമാണ്. I am a farm of seeds. I am not a seed, I am a farm of seeds. Yes. DC Church, get ready. Get ready. May God change our ലീഡർഷിപ്പിൽ ഒരു വലിയൊരു മൂവ് ഉണ്ടാകട്ടെ. യെസ്, ഒരു മൂവ് ഉണ്ടാകട്ടെ. മോശ യെസ്, എങ്ങനെ യോശുവയും കാലേബിനെ നോക്കി ജനങ്ങൾ പറഞ്ഞു, ഇവർ വ്യത്യാസം, they are different. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഡെലിവറൻസ് ചർച്ചിന്റെ ലീഡേഴ്സിനെ നോക്കുമ്പോൾ ജനങ്ങൾ പറയട്ടെ, they are different. എത്ര പേർക്ക് പറയാം ഇന്ന് രാത്രി ഇത് ഈ വാക്യം ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും ഒന്ന് എന്നെ നിൽക്കാൻ പറ്റുമോ? Can you just stand up? ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാം ഇന്ന് രാത്രി ചില പാറ്റേണുകൾ ഉടയുവാണ്. ഇന്ന് രാത്രി കോട്ടയത്തിന് മേളിലുള്ള ചില പാറ്റേണുകൾ തകരുവാണ്. ഇത്ര വരെ തലമുറ ചെയ്ത് തീർക്കാൻ പറ്റാത്തത്, ഈ തലമുറ വരെ ചെയ്ത് തീർക്കാൻ പറ്റാത്തത് നിങ്ങൾ കാണുന്ന ഈ ലീഡേഴ്സ്, യെസ്, നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ മുമ്പിൽ കണ്ടോണ്ടിരിക്കുന്ന ലീഡേഴ്സ്, ഒന്ന് മാത്രം ഞാൻ പറയുന്നു, വണ്ടേഴ്സ് വിത്തൗട്ട് നമ്പേഴ്സ്. എണ്ണി തീർക്കാൻ പറ്റാത്ത പോലെ അത്ഭുതങ്ങൾ. യെസ്, the year of acts in your life. പരിശുദ്ധാത്മാവിന്റെ ചലനത്തിന്റെ വർഷം. ഒന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. The Spirit of the Lord says, many leaders were standing here. 2025 ഒരു രഹബോത്തിന്റെ സീസണാണ് കേട്ടോ. രഹബോത്ത്. ഞാൻ ലീഡേഴ്സിന് പറയാൻ ആഗ്രഹിക്കുന്നത് സ്വന്തമായിട്ട് ഭവനങ്ങളെ, ഭവനങ്ങൾ, സഭയും ഭവനവും. സഭയും ഭവനം. ഇവിടുന്ന് തുടങ്ങും. ഇവിടുന്ന് തുടങ്ങി അങ്ങോട്ടേക്ക് പോകും. പക്ഷെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവന് ദൈവം മാനിക്കും. അതിനൊരു ഡൗട്ടുമില്ല. ഇവിടുന്ന് തുടങ്ങി അങ്ങോട്ടേക്ക് പോകും. ചർച്ച എത്ര പേർക്ക് അതൊന്ന് സ്വീകരിക്കാം? ഇവിടുന്ന് തുടങ്ങി. അതിശയ കാര്യങ്ങൾ ഇവിടുന്ന് തുടങ്ങി അങ്ങോട്ടേക്ക്. യെസ്, വണ്ടേഴ്സ് വിത്തൗട്ട് നമ്പേഴ്സ് ഇവിടുന്ന് തുടങ്ങി. ഇതിനകത്ത് പറയാ, റെഡിയായിരുന്നോ? ചില അസ്ഥിവാരങ്ങൾ ഞാൻ വെക്കുന്ന ഒരു കാലമാണ്. ബേഥേലായി മാറുന്ന ഒരു കാലമാണ്. ഇതിനകത്ത് പറയാ, ജോസഫെ കണ്ട സ്വപ്നങ്ങൾ പിടിച്ചോ. കാണിച്ച ദൈവം, സ്വപ്നം കാണിച്ച ദൈവം നിറവേറ്റാൻ വിശ്വസ്തനാണ്. The Spirit of the Lord says a great change is coming. ഒരു വലിയൊരു ചേഞ്ച് വരുവാണ്. ഇതിനകത്ത് ഒരു വലിയൊരു മാറ്റം വരുവാണ്. Get ready. ചെയ്യുന്നതെല്ലാം ശൗലിനോട് ദൈവം പറഞ്ഞ പോലെ 1 സാമുവേൽ 10-ാം വാക്യം, ഈ അടയാളങ്ങളെല്ലാം നിറവേറുമ്പോൾ നീ തൊടുന്നതൊക്കെ, നീ ചെയ്യുന്നതൊക്കെ, ഇതിനകത്ത് പോലെ ചെയ്യുന്നതൊക്കെ വലത് കയ്യിൽ എന്റെ പരിശുദ്ധാത്മാവ് ചലിക്കുന്ന ഇത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇതിനകത്ത് പറയാ, റെഡി ആയിരുന്ന ഒരു വലിയൊരു ഒരു വലിയൊരു മാറ്റം, ഒരു കൈമാറ്റം. അന്യഭാഷകളിൽ 2 നിമിഷം അന്യഭാഷകളിൽ ലീഡേഴ്സ് ഐക്യതയില്. യെസ്, ചില മലകൾ മാറുന്ന സമയമായി. ചില ഇതുവരെ നിന്ന മല, ഇതുവരെ ഡെലിവറൻസ് ചർച്ചിന്റെ വിരോധമായി നിന്ന മല, ഇന്ന് വിശ്വാസത്തില് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, പരിശുദ്ധാത്മാവേ, ആവിയാനവരേ, അന്യഭാഷയിൽ 2 നിമിഷം. ആ വിശ്വാസം വളരട്ടെ. യെസ്,
ഐക്യതയോടെ, ഒരു വിശ്വാസത്തോടെ, ഒരു മനസ്സോടെ യേശുവിൻ നാമത്തിൽ ഇതുവരെ നിന്ന മലയിലെ നോക്കി ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, മലയേ ആവിയാനവരേ, യെസ് യെസ് യെസ്, ആവിയാനവരേ, യെസ്, ഗ്ലോറി, യെസ്. ആ മഹത്വമേറിയത് പരിശുദ്ധാത്മാവിന്റെ ചലത്തിന് റെഡിയായിരുന്നു. ഇതിനകത്ത് ചില ഹീലിംഗുകൾ നടക്കുവാണ്. ഇതിനകത്ത് ചില പുതിയ അനോയിന്റിങ്, യെസ്, ഹോളി സ്പിരിറ്റിന്റെ ഫ്രഷ് അനോയിന്റിങ്. ഒരു പ്രോഫറ്റിക് സീസന്റെ ഡോർ ദൈവം തുറക്കുവാണ്. ഒരു പ്രോഫറ്റിക് സീസന്റെ ഡോർ, പുതിയൊരു ടൈറ്റിൽ ദൈവം ചേർക്കുവാണ്. ഇന്ന് ഞാൻ കാണുന്നു ചില ദൂതന്മാർ, യെസ്, ചില ദൂതന്മാർ 5 രീതിയുള്ള ദൂതന്മാർ, 5 ദേശത്തിന്റെ വഴികൾ തുറക്കുന്ന പോലെ 5 രീതിയുള്ള ദൂതന്മാർ 5 അത്ഭുതം ചെയ്തു തീർക്കാൻ പോവാണ്. ഇതിനെ കാണുന്നു. ഒരു prophetic ബാക്ക്ഗ്രൗണ്ടിന് ഫ്രണ്ട് ഗ്രൗണ്ടിലേക്ക് വരുന്ന ഒരു കാലം, ക്യാമറയുടെ പിന്നിൽ നിന്ന് മുമ്പിലേക്ക് വരുന്ന ഒരു കാലം, ഒരു മാറ്റത്തിന്റെ കാലം, യെസ് യെസ്, വളരുന്ന കാലം, വളരുന്ന സീസൺ ഓഫ് ഗ്രോത്ത്. യെസ് യെസ് യെസ്, ആവിയാനവരേ, വിശ്വാസത്തോടെ ഒരു അന്യഭാഷയിൽ സംസാരിച്ചു 5 നിമിഷം അന്യഭാഷയിൽ, അന്യഭാഷ. ലീഡേഴ്സ് അന്യഭാഷയിൽ ഐക്യതയോടെ മേഘം നീ മുൻസൽ, ആവിയാനവരേ, ഒന്ന് ചേർത്ത് പറയാൻ പറ്റുമോ? യെസ്, ഇത് പറയുമ്പോ തന്നെ ചില ചലനങ്ങൾ ഉണ്ടാകുവാണ്. ആവിയാനവരേ, 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 ഒന്ന് സ്തുതിച്ച് തുടങ്ങാമോ? യെസ് യെസ്, ഗ്ലോറിഫൈ ദ ഹോളി സ്പിരിറ്റ്. ആ പരിശുദ്ധാത്മാവിനെ മാത്രപ്പെടുത്താൻ പറ്റുമോ? തുടങ്ങാമോ? യെസ് യെസ് യെസ്, മിനിസ്ട്രിയിൽ ഒരു ചേഞ്ച് ഉണ്ടാകുവാണ്. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് കയറുന്ന ഒരു കാലം, ഇതുവരെ പറയാത്തത് പറയാൻ റെഡിയാ. ഒരു മഹിമയും മേഘം ഒന്ന് ചേർന്ന് പറയാൻ പറ്റും. ഒരു മഹിമയും മേഘം, ഒരു മഹിമയും മേഘം ജഡത്തെ മൂടുന്നേ, ഒരു മഹിമയും മേഘം, ഒരു മഹിമയും മേഘം ജഡത്തെ മൂടുന്നേ, ഒരു മഹിമയും മേഘം ജഡത്തെ മൂടുന്നേ, വിലകാത മേഘം, വിലകാത മേഘം. Yes, I can sense it in my hands. ഞാൻ കാണുന്നു ഗേറ്റ് ഓഫ് ഹെവൻ, ഞാൻ കാണുന്നു തുറന്ന സ്വർഗ്ഗം. യെസ്, ഞാൻ കാണുന്നു ചില ദൂതന്മാർ ഇവിടെ ഇറങ്ങി ചലിക്കുന്നത് ഞാൻ കാണുന്നു. മിനിസ്ട്രിയിൽ ഒരു വലിയ ചേഞ്ച് ഞാൻ കാണുന്നു.
ഞാൻ കാണുന്നു. ആവിയാനവരേ, പറയാൻ പറ്റുമോ? ആവിയാനവരേ, people are watching me in online. പറയാൻ പറ്റുമോ? ആവിയാനവരേ, ആവിയാനവരേ, ഒന്ന് സ്തുതിച്ചു തുടങ്ങാവോ? ആവിയാനവരേ, yes, daga daga rama raga daga daga regede. അവൻ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനാത്മ എന്നോട് പറഞ്ഞൊരു വിഷയം, അമ്മൻ എങ്ങനെ യേശു 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. അവൻ ആ ലോകം മൊത്തം പിടിക്കാൻ 12 മതിയായിരുന്നു. അവൻ ഞാൻ ആലോചിക്കാറ്, ഞാൻ യേശുവിൻ്റെ സ്ഥലത്ത് ഒരു 300, അറ്റ്ലീസ്റ്റ് 300. അവൻ 12 പേരിൽ 3 പേര് കാർപ്പൻ്റർ, 3 ഫിഷർമാനും, ABCD പോലും ഇംഗ്ലീഷ് പോലും നേരെ പറയാൻ അറിയാത്ത 12 പേരായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞു, ഈ 12 മതി. ഈ ലോകം പിടിക്കാൻ ഈ 12 മതി. അവൻ ദൈവത്തിന്റെ കാഴ്ചപ്പാട് വേറെയായിരുന്നു. ഇന്ന് നിൽക്കുന്ന ലീഡേഴ്സിനെ നോക്കി പറയുക, ഈ ദേശത്തിൽ ഒരു ഉണർവ് കൊണ്ടുവരാൻ, DC ചർച്ചിന്റെ നെക്സ്റ്റ് സീസൺ തുടങ്ങാൻ, DC ചർച്ചിന്റെ നെക്സ്റ്റ് സീസൺ തുടങ്ങാൻ, ഇതുവരെ DC ചർച്ച് കണ്ടിട്ടില്ലാത്തത് ഈ 2025 ആ ഗ്ലോറി, ആ മഹത്വത്തിന്റെ മേഘം കൊണ്ടുവരാൻ ഈ നിൽക്കുന്ന ലീഡേഴ്സിന്റെ വിശ്വാസം മതി. ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 5 കല്ലേ ഉള്ളൂ, പക്ഷെ ധൈര്യത്തോടെ നിന്നു. ചില ഗോലിയാത്തുമാർ, ചില മല്ലന്മാര് നിന്റെ മുമ്പിൽ വീഴുന്ന ഒരു രാത്രിയാണ് ഇന്ന്. ഞങ്ങൾ വിശ്വാസത്തോടെ ഒരു മനസ്സോടെ നിന്ന് ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് സ്വർഗം കാണും, സന്തോഷിക്കുന്നത് ഞാൻ കാണുന്നു. അതേ രീതി വിശ്വാസത്തോടെ ഒരേ മനസ്സോടെ നിൽക്കുമ്പം ചില മല്ലന്മാർ വീഴുന്നത് ഞാൻ കാണുന്നു, ചില മലകൾ പോകുന്നത് ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ I bless every leaders in the name of Jesus. In the name of Jesus. അവരെ വളരട്ടെ, അനുഗ്രഹിക്കണം. നാം ഇത് പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നു. ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച് ലീഡേഴ്സ്, താങ്ക് യു സോ മച്ച്. യു ആർ ഗോയിങ് ടു ഗ്രോ. നിങ്ങൾ വളരുന്ന കാലമാണ്. അവൻ എത്ര പേർക്ക് പറയാം? ഹോളി സ്പിരിറ്റിന്റെ സീസൺ. ഒന്ന് എന്റെ കൂടെ ഇഞ്ഞൊരു പ്രാവശ്യം പറയാൻ പറ്റും, ആക്ട്സ് ഓഫ് ഹോളി സ്പിരിറ്റ്. ആക്ട്സ് ഓഫ് ഹോളി സ്പിരിറ്റ്. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് അല്ല, ആക്ട്സ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഞാൻ ആവിയാനവർ ആ പാട്ട് പാടുമ്പോൾ തന്നെ ഐ ബിലീവ്. ഞാൻ കണ്ടു ഒരു തുറന്ന സ്വർഗം. എത്ര പേരത് കാണുന്നു എനിക്കറിയത്തില്ല. എനിക്കിന്ന് രാത്രി നിർത്താൻ ഒരു ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റോപ്പ്. ബട്ട് വി ആർ ഗോയിങ് ടു സ്റ്റോപ്പ്. ആ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ വെച്ച് ആ പാട്ട് പാടിയപ്പോൾ എൻ്റെ അകത്തൊരു വലിയൊരു ആഗ്രഹം. ഈ പാട്ട് ഏതിയവനെ കാണണം. ഈ പാട്ട് ഏതിയവനെ കാണണം. ദൈവത്തിൻ്റെ കൃപയാൽ ഏതിയവനെ കണ്ടു. അവരുടെ ചർച്ചിൽ പ്രസംഗിക്കാനുള്ള ഒരു അവകാശം ദൈവം തുറന്നത്. ആഗ്രഹങ്ങളെല്ലാം കുറയ്ക്കേണ്ട, പാത്രങ്ങളൊന്നും കുറയണ്ട. മല നിന്നോട്ടെ, വിശ്വാസം കൂട്ടിയാൽ മതി. മല വലിയതായി അവിടെ നിന്നോട്ടെ, വിശ്വാസം കൂട്ടിയാൽ മതി. മല പോകുമ്പോൾ ജനങ്ങൾ പറയും വലിയ മലയായിരുന്നു, പക്ഷെ പോവും. എങ്ങനെ പോയി? പത്രോസ് പറഞ്ഞ പോലെ മരിച്ചു കിടന്ന തബീത്തയായിരുന്നു. പക്ഷെ പൂ പോലെ പുറത്ത് വിളിച്ചു, തബീത്തയേ എഴുന്നേറ്റ് വാ. ഒരു ശക്തിയില്ല, വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ഇന്ന് രാത്രി പറഞ്ഞു തുടങ്ങാൻ റെഡിയായിരുന്നു. ഞാൻ പറയാൻ പോവാം. ഞാൻ വിശ്വാസത്തോടെ ഇന്ന് രാവിലെ പറഞ്ഞു, എണ്ണം കൂടും. 1 ഇരട്ടി, 2 ഇരട്ടി, 3 ഇരട്ടി, 4 ഇരട്ടി. വിശ്വസിക്കുന്ന പോലെ ഒരു കൂട്ടം, ഒരു പെരുക്കം, ഒരു ഇൻക്രീസ് നിങ്ങളുടെ ചർച്ചിൽ ഉണ്ടാകട്ടെ. ഗെറ്റ് റെഡി. God bless you. Meet you tomorrow. Thank you so much, Pastor. Thank you so much. കരമടിച്ച് ശക്തിയോടെ കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ ആമേ ശുശ്രൂഷിക്കുവാൻ തൻ്റെ അഭിഷേകത്തിന് ദൈവം സഹായിച്ചു. നമ്മൾ തുടർന്ന് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന സമയമാണ്. ഏറ്റവും നല്ലതെടുത്ത് വലത് കൈയിലൊന്ന് ഉയർത്തിപ്പിടിച്ചാടെ. കർത്താവിന് കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണം. സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്ന് ദൈവസം നമുക്ക് ഒരുമിച്ച് ദൈവസന്ധയിൽ പ്രാർത്ഥിക്കാം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന
കർത്താവിൻ്റെ ദൂതുകൾ കേൾക്കുവാനും കർത്താവിനോട് വിതയ്ക്കുവാനും എല്ലാം ദൈവടെയാക്കി ഏറ്റവും നല്ല തരത്തിൽ എഴുന്നേറ്റ് നിന്ന് വലത് കൈയിലൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാടുകളെ ദൈവം അനുഗ്രഹിക്കണം. ഇന്നുള്ളതിനേക്കാൾ 1000 ഇരട്ടിയായി വർദ്ധിക്കട്ടെ. ഞങ്ങൾ ദൈവരാജ്യത്തിന് വിതയ്ക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇത് കർത്താവേ, അങ്ങയുടെ കൃപ ഈ ആയിരിക്കുന്ന സാമ്പത്തിക മേഖലകളിൽ തുറക്കേണ്ടതിന് എഫദ എല്ലാ മേഖലകളും തുറന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്ര വഴിവിട്ട വ്രതസ്ഥാനങ്ങളിരുന്നാട്ടെ. വേഗത്തിൽ ചില അറിയിപ്പുകളൊന്ന് അറിയിച്ചോട്ടെ. നമുക്ക് നാളെ 2 ആരാധനയുണ്ട്. രാവിലെ 7 മണിക്കും 10 മണിക്കുമാണ്. രാവിലത്തെ സെക്ഷൻ രാവിലത്തെ ആരാധന കഴിഞ്ഞ് സ്നാനമുണ്ടായിരിക്കുന്നതാണ്. സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങളതിനു വേണ്ടി ഒരുങ്ങി വരിക. അതിനൊരു ക്ലാസ് ഉണ്ട്. അതിനുശേഷം സ്നാന ശുശ്രൂഷയുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഉപവാസ പ്രാർത്ഥനകൾക്കും നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും കർത്താൻ ജോളുവിൻ്റെ കാണുക. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ വലുതോ ചെറുതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു ആഗ്രഹം തോന്നിയാൽ, ഒരു താല്പര്യമുണ്ടെങ്കിൽ നിശ്ചയമായും അതിനുവേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതൊരിക്കലും നഷ്ടമല്ല. ദൈവം സഹായിക്കുമാറാകട്ടെ. നാളത്തെ 2ാമത്തെ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ആരുൺ നമ്മുടെ നടുവിലുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു വരണം. നിങ്ങളുടെ തലമുറകളും ഒക്കെ ഒരുമിച്ച് കൂടി വന്ന്, നിങ്ങൾ രാവിലത്തെ ആരാധനയ്ക്ക് വരുന്നവരുണ്ട്, അവരുടെ പ്രത്യേകം ശ്രദ്ധയ്ക്ക് നിങ്ങൾ 2ാമത്തെ ആരാധനയ്ക്ക് ഇരുന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ ദാസനെ ഉപയോഗിക്കുന്നത് അത് കാണിക്കുക. നിശ്ചയമായും അവരുടെ ജീവിതത്തിനകത്തും പ്രാർത്ഥനയ്ക്കകത്തും പ്രവചന ശുശ്രൂഷയ്ക്കകത്തും ഒരു വലിയ അനോയിന്റിങ് ആമേൻ നിശ്ചയമായി പകരും. പ്രാർത്ഥനയോടെ കടന്നു വരും. ദൈവം എല്ലാവരും സഹായിക്കുമാറാകട്ടെ. കണ്ണുകളടക്കം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കഴിഞ്ഞ 20 ദിവസക്കാലം അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥനയോട് ഇരിക്കുവാൻ ദൈവമിടയാക്കിയ വലിയ അവസരങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവസന്നിധിയിൽ വെച്ച വിഷയങ്ങളുടെ മേലെല്ലാം ഉപവാസത്തലം പ്രാർത്ഥനമല്ല ഈ ജാതി ഒന്നിനാലും നീങ്ങിപ്പോകില്ലെന്ന് വചനത്തിൽ വായിക്കുന്നെങ്കിൽ ഈ വെച്ച എല്ലാ വിഷയത്തിനകത്തും തടസ്സങ്ങൾ നീങ്ങട്ടെ, ദൈവിക വഴികൾ തുറക്കട്ടെ. മുടങ്ങിപ്പോയ പലതും യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചു വരട്ടെ. മുടങ്ങിക്കിടക്കുന്ന പലതും പണി ആരംഭിക്കട്ടെ. മുടങ്ങിക്കിടക്കുന്ന ബന്ധങ്ങൾ പുനരാരംഭിക്കട്ടെ. മുടങ്ങിക്കിടക്കുന്ന ബിസിനസ്സുകൾ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ അത്ഭുതകരമായി തീരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവ് അവരുടെ മേലും ദൈവിക സൗഖ്യമുണ്ടാകണം. നാളത്തെ വിശുദ്ധ ആരാധന ഏറ്റവും 2 സെക്ഷനിലും രോഗികൾ സൗഖ്യമാകുവാൻ അഭിഷിക്തന്മാരെ അസാധാരണ നിലയിൽ ഉപയോഗിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ മറയ്ക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ആശീർവാദന കണ്ണുകളടച്ചാട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നിർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായം, ശക്തി, സഹവാസം നമ്മോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇപ്പോഴും കർത്താവിൻ്റെ 2ാമത്തെ മധ്യകാശവനുണ്ടാക്കിമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധ കടന്നുപോകുക. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വളരെ തിരക്കുള്ള നടുവിലും ഇന്ന് വൈകുന്നേര സെക്ഷനിൽ വന്ന് പങ്കെടുത്ത ഓൺലൈനിലൂടെ വായിച്ചെന്ന് എല്ലാവരോടുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നാളത്തെ മീറ്റിംഗ് ഒരിക്കലും മിസ് ചെയ്യരുത്. ചൊവ്വ, വേഴം ദിവസങ്ങളിൽ നമുക്ക് സൂമിൽ കണ്ടിന്യൂ മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ അത് ഓർത്ത് വെക്കുക. ചൊവ്വാഴ്ചത്തെ മീറ്റിംഗ് വൈകുന്നേരം ഇന്ത്യൻ സമയം വൈകിട്ട് 8 മണി മുതലാണ്. നിങ്ങളത് അറ്റൻഡ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.